നിങ്ങൾക്ക് പ്രത്യാശയുടെ മുഖമുണ്ടോ? നിങ്ങളുടെ കുടുംബം പ്രത്യാശയുടെ മുഖം വഹിക്കുന്നുണ്ടോ? അതിനു മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടോ? പ്രത്യാശ ഉണ്ടോ? ആദ്യം ചോദിക്കും, എന്താ പ്രത്യാശ എന്ന് വെച്ചാൽ? ആശ എന്ന് വെച്ചാൽ ആശ അപ്പുറത്തേക്ക് വിട്ടിരിക്കാം. ആരാണ് ആശ? ആദ്യം നമുക്കൊരു പാട്ടുണ്ടായിരുന്നു അല്ലേ, ഹിന്ദി പാട്ടല്ല, ഹിന്ദി അപ്പോഴേക്ക് ആശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്ന ചിന്ന ആശയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആശ ആഗ്രഹമാണ്. എന്താ പ്രത്യാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ പ്രത്യാശ വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറഞ്ഞേക്കാം. സ്കൂളിൽ നിന്ന് വൈകുന്നേരം സ്കൂൾ ബസ് വരുന്ന 2ാം ക്ലാസ്സിൽ 1ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചു, അവൻ സ്കൂൾ ബസ് ഇറങ്ങി വീടിന് ലക്ഷ്യത്തോട് കയറുമ്പോൾ അവന്റെ ഉള്ളിൽ ഏറ്റവും പ്രത്യാശ ആ ഡോറിൽ ആരാണ്? അമ്മ. അവിടെ വീടിന് മുറ്റത്ത് ആ ഡോറിൽ അല്ലെങ്കിൽ ഗേറ്റ് ആരാണ്? അമ്മ കാണണം. ഞാൻ നെടുകുന്നം സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. വൈകുന്നേരം ഈ പേരൻസ് കുട്ടിപ്പട്ടാളം വിളിക്കാൻ വരുമ്പോഴത്തേക്ക് അവര് ഈ ക്ലാസ് റൂമിന്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിള്ളേർ ബാഗ് ഒന്നും കിടക്കാതെ ഓടി ചാടി വന്ന് അമ്മയുടെ പൊക്കത്തോട് ചാടി കയറാനാണ്. എന്നിട്ട് ഈ അമ്മ ഈ കുഞ്ഞിന്റെ തവിളത്ത് ഉമ്മ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞ് അമ്മയുടെ മുഖത്തും നെറ്റിയിലെ ഉമ്മ കൊടുക്കും. എന്നിട്ട് ടീച്ചർ പുറകെ കൊണ്ട് ഈ ബാഗ് കൊടുക്കണം. എന്നിട്ട് ഈ അമ്മയുടെ തുള്ളിച്ചാടി പോകുന്ന കാഴ്ച എല്ലാ ദിവസവും കാണാറുണ്ട്. സ്കൂളിൽ വരുന്ന കുഞ്ഞിനെ സംബന്ധിച്ച് ആ ഡോറിൽ അമ്മ അവിടെ ഉണ്ടാകണം. ഈ അമ്മ അവനെ പൊക്കത്ത് ഡൈനിങ് ടേബിളിൽ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാകണം. അതുകൊണ്ട് ഒരു ആഗ്രഹമാണ്, പ്രത്യാശയാണ്, അത് ഉണ്ടെന്ന് അത് ഉറപ്പാണ്. ഇനി അവൻ ഒരു ദിവസം വീട് വരുന്നു, ഗേറ്റിലും അമ്മയില്ല, ഡോറയിലും അമ്മയില്ല. ചിന്തിച്ചു ഇനി അകത്തേക്ക് കയറി അവൻ മൊത്തം അന്വേഷിക്കും അമ്മയെ. അവിടെ എന്നെ കാണില്ല, ഡൈനിങ് ടേബിളിൽ ഭക്ഷണം ഇരിപ്പില്ല. എന്തായാലും അവസ്ഥ കൊച്ചു കരയും കരയും, നിരാശ. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. അത് ലഭിക്കാതെ പോകുന്ന അവസ്ഥയാണ് നമ്മുടെ നിരാശയുടെ അവസ്ഥ. ഇപ്പൊ ഈ കസേര അവിടെ കിടപ്പുണ്ട്, എനിക്ക് തനിയെ കസേര അവിടെ കിടപ്പുണ്ട് അല്ലെ. എന്നെ സംബന്ധിച്ച് ഈ ഒരു കസേര അവിടെ കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് പ്രത്യാശയുണ്ട്, ഞാൻ പോയി ഇരുന്നാലും മനസ്സിലായില്ലേ? ഈ ലോകത്തിൽ പ്രത്യാശ ഇല്ലെങ്കിൽ പണി കിട്ടും, പ്രത്യാശയില്ലെങ്കിൽ വിശ്വാസമില്ലെങ്കിൽ പണി കിട്ടും അല്ലേ. എന്നെ വിശ്വസിച്ചാണ് രാവിലെ ചെന്ന് 1 കിലോ ബീഫ് വാങ്ങിച്ചിട്ട് പോയി പിന്നെ ചെയ്യാം. അപ്പോ നമ്മൾക്ക് ഈ വിശ്വാസങ്ങളിൽ പ്രത്യാശയില്ലെങ്കിൽ പെട്ടുപോലെ ബസ് കയറിയിരിക്കുമ്പോഴത്തേക്ക് ആ ഡ്രൈവർ ലൈസൻസ് ഉള്ളത് അന്വേഷിക്കാറുണ്ടോ? അതൊക്കെ ഒരു പ്രത്യാശ വിശ്വാസമാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മൾ രാവിലെ ബീഫ് വാങ്ങിക്കാൻ വിളിക്കും, ബീഫ് തന്നെയാണ് ഈ പട്ടികർച്ചയാണെങ്കിൽ നമ്മൾ അനുകരിച്ച് കുട്ടിയില്ലേ, നമ്മൾ ആരും ചോദിക്കുന്നുണ്ടോ? ലാല് പോയി നോക്കുന്നുണ്ടോ നല്ലതാണോ ശരിയാണെന്ന്? നമ്മൾ ഷവർമാക്കി വാങ്ങിച്ചു കഴിക്കാൻ പറ്റല്ലേ. എന്റെ അകത്തിരിക്കുന്ന ആ സാധനം മുഴുവണ്ടോ എന്തെങ്കിലും നോക്കാറുണ്ടോ? എന്ത് ടേസ്റ്റ് യമ്മി അല്ലെ, യമ്മി അങ്ങനെ യമ്മി യമ്മി. ഈ മയോണൈസ് ഒക്കെ എടുത്തിരുന്നത് എന്നാ എന്തിൽ അന്വേഷിക്കുന്നത്? വിശ്വാസമല്ലേ.
അപ്പോഴേക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നമുക്ക് ഈ പ്രത്യാശ ആവശ്യമാണ്, വിശ്വാസം ആവശ്യമാണ്. പക്ഷേ സ്വർഗത്തിന്റെ കാഴ്ചപ്പാടിൽ എന്താണ് പ്രത്യാശ? സ്വർഗത്തിന്റെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ട് നമ്മൾ പ്രത്യാശ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഇപ്രകാരമാണ്: ഏത് വേദന ഉണ്ടായാലും, ഏത് സഹനം ഉണ്ടായാലും, ഏത് ദുരന്തം ഉണ്ടായാലും എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരുവനുണ്ട് എന്നുള്ള ആ ഒരു ബോധ്യവും ഉറപ്പുമാണ് പ്രത്യാശ. ക്ലിയറായാലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതല്ല, പ്രശ്നം ഉണ്ടാകും. പക്ഷെ പ്രശ്നം ഉണ്ടായാലും അതിന് നടുവിൽ എന്നെ താങ്ങി നിൽക്കുന്നവൻ എന്റെ കൂടെ ഉണ്ടെന്നില്ല ഉറച്ച ബോധ്യമാണ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പ്രത്യാശ. ആ പ്രത്യാശ നഷ്ടപ്പെടുന്ന സമയത്താണ് ക്രിസ്ത്യാനി നിരാശപ്പെടുന്നത്, മറ്റുള്ളവർ ക്രിസ്ത്യാനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. ഇന്ന് നമ്മുടെ ചുറ്റും മറ്റുള്ളവർ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യാശ ഇല്ലാത്ത അവസ്ഥയിലാണ് ക്രിസ്ത്യാനി എന്ന് നമ്മൾ കണ്ട വളരെ പ്രത്യാശമുണ്ട്. ഈ അച്ഛനെ കണ്ട പ്രത്യാശമുണ്ട് എവിടെ തോന്നുന്നുണ്ടോ? ഇപ്പോഴേക്ക് നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ടോപ്പിലേക്ക് പ്രവേശിക്കാം. അതിന് മുമ്പായിട്ട് ഈ പ്രത്യാശ ജൂബിലി വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ ഒരു ലോഗോ, അതിനൊരു ലോഗോ നൽകുന്നു. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോഗോ കണ്ടായിരുന്നോ? ലോഗോ കണ്ടായിരുന്നല്ലേ? കണ്ടില്ല? ഞാൻ നോക്കുന്നുണ്ട്, ഞാൻ കൊടി കൊണ്ടുപോകുന്നു. ചിലരൊക്കെ പള്ളി ഞാൻ കൊടിയെ കുറിച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കുമ്പോൾ വാർത്തയായിട്ടാണ്. അവിടെ ഒരു ലോഗോ ഉണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ നോക്കിയാൽ മതി. മലയാളത്തിൽ എപ്പോഴും വരാൻ പറ്റും. ആ മുറിച്ച് ജോലി കഴിഞ്ഞാൽ തിരിച്ചറിഞ്ഞില്ല വിചാരിച്ച ചെറുകൾ മനസ്സിലല്ലേ? ആരാധന പിടിക്കുന്നില്ലാതെ ഒരാൾ മതിയായി വേണം. ഇവർക്ക് ലോകം കാണാമോ? ഇതാണ് ലോഗോ. ഈ ജൂലൈ വർഷത്തിൽ ഫ്രാൻസിസ് പാപ്പ ഈ ഒരു ലോഗോ നൽകിയിട്ടുണ്ട്. ഈ ലോഗോയുടെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഞാൻ ടോപ്പിൽ പ്രവേശിക്കുകയാണ്. ഈ ലോഗോയിൽ 4 വ്യക്തികൾ കാണാം. 1, 2, 3, 4. ഈ 4 വ്യക്തികൾ സൂചിക്കുന്നത് 4 ദിക്കിനെയാണ്. 4 ദിക്ക്. ഏതൊക്കെ ദിക്കുകൾ? ഓപ്ഷൻസ് ആണ്: ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്. അല്ലേ? ഇപ്പൊ 4 ദിക്കുണ്ട്. ഈ 4 ദിക്കിനെയാണ് ഈ 4 മനുഷ്യർ സൂചിക്കുന്നത്: ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. 4 ദിക്കിൽ വസിക്കുന്ന നാനാ ജാതി മതസ്ഥരായ മനുഷ്യരെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി 4 ദിക്കിൽ വസിക്കുന്ന നാനാ ജാതി മതസ്ഥരായ മനുഷ്യർക്ക് ഇടയിൽ വസിക്കുന്ന ക്രിസ്ത്യാനിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ക്രിസ്ത്യാനി പ്രത്യേകത എന്താണ്? അവനെന്തുണ്ട്? പ്രത്യാശയുടെ മുഖമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് 4 ദിക്കിലും വസിക്കുന്ന നാനാ ജാതി മതസ്ഥരായ മനുഷ്യരെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് പ്രത്യാശയുടെ മുഖമുള്ള ക്രിസ്ത്യാനി അവനെല്ലാം ഒറ്റ ഡയറക്ഷനിൽ കൊണ്ടുപോവുകയാണ്. ആ ഡയറക്ഷനാണിത് സ്വർഗ്ഗം. അതായത് എന്നോട് എന്നോട് ഇടപെടുന്ന വ്യക്തിക്ക് അവന്റെ ഉള്ളിൽ പ്രത്യാശ ഉണ്ടാകണം. എന്നോട് ഇടപെടുന്ന വ്യക്തി ഈശോയോട് ഇടപെടുന്ന പോലെ ഞാൻ ഇടപെടണം. എന്റെ മുഖം കാണണം, ഈശോയെ കാണണം, ക്രിസ്തുവിനെ കാണണം. ഈ 4 ദിക്കിൽ വസിക്കുന്ന മനുഷ്യരായി സൂചിപ്പിക്കുന്നത്. ഇവരെല്ലാം നിൽക്കുന്ന ഒന്നിന്റെ പുറകെയായിട്ട് നിൽക്കുന്നത്. സ്കൂളിൽ നഴ്സ് പിള്ളേരെ ട്രെയിൻ ഓടിക്കുന്നില്ല, പൂക്കുവണ്ടി. ഈ പൂക്കുവണ്ടി ഓടിക്കുന്ന പോലെ എന്റെ അനിയന്റെ കൊച്ചമലക്ക് പൂക്കുവണ്ടി ആക്കിയിട്ട് നാളെ കേൾക്കുക. ഈ പൂക്കുവണ്ടി ഓടിക്കുന്ന പോലെ ഈ 4 പേര് നിൽക്കുന്നത്. ഒന്നിനെ പിന്നിൽ ആലുകൾ പേര്. അത് 4 ദിക്കാണെന്ന് പറഞ്ഞാൽ കൂട്ടായ്മ, ഐക്യം, സാഹോദര്യം, അതാണ് ഇത് സൂചിക്കുന്നത്. ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യൻ ഒരു പുരുഷനെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. പുരുഷനെ ആലിംഗനം ചെയ്തിരിക്കുകയാണ്. പുരുഷനെ ആലിംഗനം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത പുരുഷനെ ആ മനുഷ്യൻ ആലിംഗനം ചെയ്തിട്ട് ആ പുരുഷൻ നോക്കിക്കേ, ആ മനുഷ്യനിലേക്ക് ചാടി നിൽക്കുകയാണ്. ആ പുരുഷനെ ഇയാൾ ആലിംഗനം ചെയ്തപ്പോൾ പുരുഷൻ എങ്ങോട്ട് ചാടി നിൽക്കുന്നത്? ആ മനുഷ്യനൊക്കെ ചാടി നിൽക്കുന്നത്. അത് അർത്ഥമാക്കുന്നത് ആ മനുഷ്യൻ, അത് നമ്മൾ പുരുഷനെ ആലിംഗനം ചെയ്യുമ്പോൾ, ക്രിസ്തുവിനെ ആലിംഗനം ചെയ്യുമ്പോൾ ക്രിസ്തുവിന്റെ തണലിലാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അത് അർത്ഥമാക്കുന്നത്. അതായത് പുരുഷനെ ആലിംഗനം ചെയ്യുന്ന വ്യക്തി പുരുഷന്റെ തണല്, പുരുഷനെ ആലിംഗനം ചെയ്യുന്ന വ്യക്തി പുരുഷന്റെ തണല്. എന്താ പുരുഷൻ?
എന്താണ് കുരിശ്? എന്താ കുരിശ്? എന്താ കുരിശ്? എന്താ കുരിശ്? എന്റെ പേരെന്താ? ഈശോയുടെ അടക്കം ചെയ്തു. ഈശോ കുരിശിലാണോ കുരിശിലാണ് മരിച്ച് രക്ഷമാക്കുന്നത്, രക്ഷ നേരിടുന്നത്. എന്താ കുരിശിലാണ്? ദിവസം പല ആവർത്തി കുരിശ് വരയ്ക്കാറുണ്ടോ? രാവിലെ എഴുന്നേൽക്കുമ്പോ, കട്ടിലെ എഴുന്നേൽക്കുമ്പോ വരയ്ക്കുന്നു, പിന്നെ അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ വരയ്ക്കുന്നു, വീട്ടിൽ പുറത്തേക്ക് അമ്മ നെറ്റി കുരിശ് വരയ്ക്കുന്നു, പള്ളി കാണുമ്പോൾ കുരിശ് വരയ്ക്കുന്നു, കപ്പയുടെ കാണുമ്പോൾ കുരിശ് വരയ്ക്കും, പള്ളിക്കകത്ത് കുരിശ് വരയോട് അല്ലേ സമാധാനം. കുരിശ് വര കുരിശ് വര കുരിശ് വര തിരിച്ച് വീട്ടിൽ വരുമ്പോൾ കുരിശ് വരയ്ക്കുന്നു. രാത്രിക്ക് സന്ധ്യാപ്രാർത്ഥന പല ആവർത്തി പുറത്ത് നോക്കിയാണെങ്കിലും കുരിശ് വരയ്ക്കുന്നുണ്ട് ഉണ്ടല്ലോ. ഇനി ഉറങ്ങാൻ മുമ്പ് വീട് കുരിശ് വരയ്ക്കുന്നു, വെള്ളിലെ ചുറ്റും കുരിശ് വരയ്ക്കുന്നു. ഈ കുരിശ് വരയ്ക്കും എന്താ അർത്ഥം? കുരിശ് വരച്ചില്ലായിരുന്നു നെറ്റി മാത്രം കുരിശ് വരച്ചാണ്. എന്താ അർത്ഥമാക്കുന്നത്? എന്താ അർത്ഥം? എന്താ ഇത്രയും നാൾ കുരിശ് വരച്ചു ക്രിസ്ത്യൻ എന്താ അർത്ഥം? എന്താ അർത്ഥം? കുരിശ് രക്ഷയുടെ അടയാളമാണ്. ഞാൻ തിയോളജി ചോദിക്കുന്നത് സിമ്പിൾ ആയിട്ട് നെറ്റിയെ കുറിച്ച് മാമിക്ക് മനസ്സിലാണ്. എന്താണ് കുരിശ്? നെറ്റിയെ കുറിച്ച് വരച്ച എന്റെ അർത്ഥമാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടാണ്. രക്ഷ തന്നെയാണ്, ശരിയാണ്. പക്ഷെ അത് കുറച്ച് എന്താണ് രക്ഷ മനസ്സിലാവുന്നുണ്ടോ? അവന് മനസ്സിലാവുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല. കുരിശ് രക്ഷയുടെ അടയാളമാണ്. കുരിശ് വരയ്ക്കുന്ന രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെട്ടോ? എന്താ കുരിശിന്റെ അർത്ഥം? സിമ്പിൾ ആയിട്ടുള്ള ഈ ബൈബിള് എനിക്ക് ഇങ്ങനെ കുറച്ച് ജോർജ് എടുക്കാൻ ഒരു സീലൊക്കെ കണ്ടോ? ഒരു സീലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ കൊച്ചച്ഛൻ അറിയാതെ ഞാൻ ഇത് കിട്ടാൻ മുകളിൽ പോകുന്നു. വീട്ടിലൊക്കെ പറയും അടിച്ചു മാറിക്കൊണ്ട് പറയും. എന്ത് ഈ ബൈബിൾ എന്തുകൊണ്ട് പറഞ്ഞത്? കാരണത്തെ പള്ളിയുടെ സീലുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട്. പള്ളിയുടെ സീലുണ്ട്, മുദ്ര വെച്ചിട്ടുണ്ട്. മാമോദീസ വേളയിൽ എന്റെ നിന്റെ നിലയിൽ മുദ്ര വെച്ചു. എന്താ അർത്ഥമാകുന്നത്? ഐ ബിലോങ് ടു ജീസസ്. ഞാൻ ഈശോയുടേതാ. അതിന് അർത്ഥമാകുന്നത് അതാ മെയിൻ അർത്ഥം. ഒരു വണ്ടി വാങ്ങിച്ചു, അച്ഛനൊക്കെ കുരിശ് വരയ്ക്കുന്നു. എന്താ അർത്ഥം? ഈ വണ്ടി ഈശോയുടേതാ. വീട് വാങ്ങിച്ചു വന്നിരിക്കുന്നു, കട്ടലേക്ക് അച്ഛൻ കുരിശ് വരയ്ക്കുന്നു. എന്താ അർത്ഥമാകുന്നത്? ദിസ് ഹൗസ് ബിലോങ് ടു ജീസസ് ക്രൈസ്റ്റ്. ഈ വീട് ഈശോയുടേതാണ്. ഒരു പേന വെച്ചിരിക്കുന്നു, എന്ത് വെച്ചിരിച്ചാലും കുരിശടയാളം പറയുന്നു. എന്താ അർത്ഥമാക്കുന്നത്? ഐ ബിലോങ് ടു ജീസസ്. പള്ളിയിൽ എന്താ കുരിശ് വരയ്ക്കുക? എന്താ അർത്ഥമാക്കുന്നത്? ഞാൻ നിന്റെ ആക്കട്ടോ. സിമ്പിൾ അർത്ഥമാണ്. ഈ ഒരു ബോധ്യമുള്ള വ്യക്തിക്ക് ഫീൽ ചെയ്യുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണിത് രക്ഷ. രക്ഷ ഞാൻ പറഞ്ഞാൽ എന്താ ഈ രക്ഷയുടെ അനുഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പോഴേക്കും സഹോദരനെ, ഈ കുരിശിന്റെ അടയാളം മുദ്ര വെക്കപ്പെട്ടിരിക്കുന്ന, കുരിശിനാൽ സീൽ വെക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. മാമോദീസ വേളയിൽ ആ മുദ്ര പതിഞ്ഞു. നമ്മുടെ എല്ലാ വീടിന്റെ മുകളിൽ, കട്ടളപ്പടിയുടെ മുകളിൽ ഒരു കെട്ടിട നമ്പറുണ്ട് ഇല്ലേ? അത് പല പെയിന്റ് അടിച്ച് മാഞ്ഞു പോയാൽ അതവിടെ ഉണ്ട്. എന്താ അർത്ഥമാകുന്നത്? എന്റെ വീടിന്റെ പഞ്ചായത്തിൽ ഇന്ന നമ്പറാണ് അർത്ഥമാക്കുന്നത്. എന്റെ നിന്റെ നിർദ്ദേശം കുറിച്ചറിയാതെ വരയ്ക്കപ്പെട്ടപ്പോഴത്തേക്ക് ഞാൻ ഓരോ നിമിഷം വരയ്ക്കുമ്പോഴത്തേക്ക് എന്റെ കണ്ണിൽ വരയ്ക്കുമ്പോഴത്തേക്ക്, എന്റെ നാവിൽ വരയ്ക്കുമ്പോഴത്തേക്ക്, എന്റെ ശരീരത്തിൽ വരയ്ക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ രോഗികൾ കണ്ടിട്ടുണ്ടല്ലേ? എന്താ അർത്ഥമാക്കുന്നത്? ഈ അവയവങ്ങൾ, എന്റെ കണ്ണ്, എന്റെ നാവ്, ഞാൻ ഈശോയുടെ സ്വന്തമാണ്. ഇതിനെ ഉപയോഗിക്കപ്പെടേണ്ടത് ഈശോയ്ക്ക് വേണ്ടി മാത്രമാണ്. അർത്ഥമാക്കുന്നത്. അപ്പൊ കുരിശിനെ ആലിംഗനം ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഈ ഒരു ബോധ്യമാണ്. ഐ ബിലോങ് ടു ജീസസ് എന്ന ബോധ്യത്തിലേക്കാണ് പോകുന്നത് മനുഷ്യൻ. ഇനി ഈ 4 മനുഷ്യർ ഒരു കപ്പലിന്റെ വഞ്ചിയുടെ ബോട്ടിന്റെ ആകൃതിയിലാണ് നിൽക്കുന്നത്. അത് ലോകമാകുന്ന കടലിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുരിശിന്റെ താഴെ നങ്കൂരമാണ്. അത് അർത്ഥമാക്കുന്നത് ഏത് കൊടുങ്കാറ്റിലും ഏത് തിരമാലയിലും ഈ വഞ്ചി മുങ്ങിപ്പോകുന്നില്ല. എളകും, വെള്ളം കയറും, മുങ്ങിപ്പോകുന്നില്ല. അതാണ് അർത്ഥമാകുന്നത്. ഏകദേശം ഇതാണ് ഈ ലോകോടെ അർത്ഥം. അപ്പോഴേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയുടെ ജൂബിലി വർഷത്തേക്ക് ഈ ഒരു ലോകം എന്നുള്ളത് ഫ്രാൻസിസ് പാപ്പ അർത്ഥമാക്കിയത് ഓരോ ക്രിസ്ത്യാനിയും പ്രത്യാശയെ ആലിംഗനം ചെയ്യണം, കുരിശിനെ ആലിംഗനം ചെയ്യുന്ന വ്യക്തിയായി മാറണം. ഇനി ഈ 2 കാര്യം ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് 2 വചനഭാഗങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഓരോരുത്തരും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വീടുകളിലേക്ക് പ്രത്യാശ ഒരു പേടകം വന്നുകൊണ്ടിരിക്കുക അല്ലേ?
വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ച് ഞാൻ അർത്ഥം പറഞ്ഞുതരാം. ലോകോട് അർത്ഥം പറഞ്ഞു എന്തിനാണ് ഈ പ്രത്യാശ ചോദ്യ പേടകം നമ്മുടെ ടൗണിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ബൈബിൾ ചോദ്യം നമ്മുടെ വീടുകളിലേക്ക് ഈ പേടകം വരാറുണ്ട്. ഈ പേടകം പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിന്റെ ഒരു അർത്ഥം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പേടകം മുമ്പിൽ നിന്ന് ശ്രദ്ധിച്ച് കാണുവാനെങ്കിൽ അതിനൊരു തിരുകുടുംബത്തിൽ പടമുണ്ട്, സ്ലീവായുണ്ട്, സുവിശേഷമുണ്ട്, 2 തിരിക്കാലുകളുണ്ട്. അതെല്ലാം അർത്ഥവാക്യത്തിൽ ഭവനത്തിന്റെ വീടിന്റെ ആകൃതിയിലാണ് പേടകം ഇരിക്കുന്നത് അല്ലേ? നിങ്ങൾ കണ്ടാൽ മതി, ശ്രദ്ധിച്ചാൽ മതി, പറയാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം ഇന്ന് രാവിലെ വായിച്ച വായന 1ാമത്തെ വായന എന്തായിരുന്നു? അതുകൊണ്ട് ഇത് 1ാമത്തെ വായന വായിച്ചാലോ? വായിച്ചില്ല. വായിച്ചത് 1ാമത്തെ വായന വായിച്ചത് എന്താ വായിച്ചത്? എന്താ വായിച്ചത്? അവിടെ എന്തോ പറയുന്നുണ്ട്, ദൈവത്തിന്റെ മേഘം എവിടെയോ ഇറങ്ങി വരുന്നുണ്ടല്ലേ? പകൽ സമയത്ത് മേഘം ഉയരുമ്പോൾ അത് തണൽ നൽകുന്നു, രാത്രി സമയത്ത് വെളിച്ചമേകുന്നു. വാഗ്ദാന പേടകം, സമാഗമ കൂടാരം. പഴയ നിയമത്തിൽ സമാഗമ കൂടാരം അല്ലെങ്കിൽ വാഗ്ദാന പേടകത്തിന്റെ അതേ അർത്ഥമാണ് ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ ഈ പേടകം വരുന്നത് അർത്ഥമാക്കുന്നത്. അതായത് കുടുംബത്തിൽ എന്റെ പ്രിയ അപ്പന്മാരെ, പ്രിയ അമ്മമാരെ, നിങ്ങളും വാഗ്ദാന പേടകം പോലെ ആയി മാറണമെന്നാണ് ഇന്ന് ഈ പേടകം നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ അർത്ഥമാക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, സങ്കടത്തിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, നിരാശയുടെ ഇരുട്ടുണ്ടാകുമ്പോൾ, എന്റെ അപ്പ നിന്റെ ഉള്ളിൽ നിന്ന് പ്രത്യാശയുടെ ആ ദീപം ഉയർന്ന് ആ വെളിച്ചമായി മാറി ഇരുട്ട് മാറുമോ? നിങ്ങളുടെ വീട്ടിൽ ചുട്ടപടിക്കുന്ന വെയിലിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ, ക്യാൻസർ രോഗമാകാം, കടബാധ്യതയാകാം, ബുദ്ധിമുട്ടാകാം, ചുറ്റുമുള്ള ഒറ്റപ്പെടുന്നതാകാം, അങ്ങനെ ചുട്ടപടിക്കുന്ന പൊള്ളുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ, പ്രിയ അമ്മമാരെ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മേഘമുയർന്ന് കുടുംബത്തിന് തകൽ നൽകുന്ന പൊതിയുന്ന അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ ഈ കാലഘട്ടത്തിന്റെ വാഗ്ദാന പേടകമായി മാറണം. മാറുന്നുണ്ടോ? യഥാർത്ഥമാണ്. നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് അവിടെ ഇരുന്ന് വെച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോകും. ചിലർ പറയും, അച്ഛാ ഈ വീട്ടിൽ എന്റെ വീട്ടിലോട്ട് വേണം, ഇത് ഇവിടുന്ന് കറങ്ങി അങ്ങോട്ട് പോയിട്ട് തിരിച്ചിങ്ങനെ കറങ്ങി ഇങ്ങോട്ട് വന്നാൽ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ വീട്ടിൽ വിട്ടിട്ട് പോകണമെന്നാണ്. ഞങ്ങൾ അവിടെ സംസാരിക്കാറില്ല. ഞാൻ പറഞ്ഞു, ഇവരെ വീട്ടിലേക്ക് വെക്കുന്നില്ല. ഇത് പോകുന്ന പ്രധാന അർത്ഥം അല്ലെങ്കിൽ അത് ഈ ഒരു കൂട്ടായ്മ, ഐക്യം, സ്നേഹം, ഈ വാഗ്ദാന പേടകത്തിന്റെ അനുഭവമായി മാറണം. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരുന്ന മനുഷ്യരനുഭവമാണ്. ഹല്ലേലൂയ. ഈ വാഗ്ദാന പേടകം നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ മഹത്വം കുടികൊള്ളുന്ന ഇടങ്ങളായി ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ വീടും ആയി മാറണം. ഈ കാലഘട്ടത്തിൽ ഇരുട്ടിന്റെ അനുഭവം ഉണ്ടാകുമ്പോൾ എന്റെ കുടുംബത്തിൽ നിന്ന് പ്രത്യാശയുടെ ഈ ഒരു മേഘമുയരും, അല്ലെങ്കിൽ പ്രത്യാശയുടെ വെളിച്ചമുയരും, തണൽ നൽകും, വെളിച്ചം നൽകും എന്ന് ഉറപ്പുവരുത്തണം ഈ പ്രത്യാശയുടെ വർഷത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ലോകോയുടെ അർത്ഥം മനസ്സിലായി, പേടകത്തിന്റെ അർത്ഥം മനസ്സിലായി. നമ്മളിനി 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ സമയം 6:50 7 മണി ആകുമ്പോഴേക്ക് 7:15 ആകുമ്പോഴേക്ക് ഞാൻ വരുന്നു. 7:15 നമ്മൾ ആരാധനയിലേക്ക് പോകും. 7:45 വിളിച്ചു പറഞ്ഞത് 7:45 എല്ലാം കൺട്രോൾ സമർപ്പിക്കും. അതിന് സമയമില്ല. 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതാണ് മഴ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? തിരിയുന്നുണ്ടോ? കുഴപ്പമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 വാക്കുകളാണ് ഇതിന് മുന്നിൽ ഞാൻ എടുത്തുകൊള്ളാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതാണ് രക്ഷ. എന്താണ് രക്ഷ? സത്യപുരുഷകാരൻ നമ്മളോട് ചോദിക്കാൻ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? എന്നാ ഉത്തരം പറയാം? രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടോ? നമുക്കെന്താണ് രക്ഷിക്കപ്പെട്ടോ? അപ്പൊ എന്താണ് രക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രക്ഷയുടെ അനുഭവം ഒന്നുകൂടി ആഴത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വചനഭാഗം നോക്കുകയാണ്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനഭാഗമാണ് രക്ഷയുടെ അനുഭവം. സങ്കീർത്തനം 23. നമുക്കെല്ലാവർക്കും കാണാപ്പാടം അറിയാവുന്ന വചനഭാഗമാണ്. അറിയത്തില്ലേ? സങ്കീർത്തനം 23. ഈ സങ്കീർത്തനം 23 നമ്മളിപ്പോൾ ധ്യാനിക്കും. അതായത് എന്താണ് ഈ രക്ഷയുടെ അനുഭവം എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ നോക്കുകയാണ്. അതിലൊന്ന് വായിക്കണം. കർത്താവാണ് എന്റെ ഇടയൻ, കർത്താവാണ് എന്റെ ഇടയൻ. അത് ഉറപ്പായിട്ട് ബൈബിളിൽ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ, ബൈബിളിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. ബൈബിളിലെ ഓരോ വചനഭാഗത്തിനും
അതിൻ്റെതായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു എഴുത്തുകാരുണ്ട്. ഞാൻ ആ ഒരു വചനഭാഗം എഴുതെങ്കിൽ അതിന് പ്രത്യേക സാഹചര്യത്തിലായി ഞാൻ വചനഭാഗം എഴുതി. മർക്കോസിന് സുവിശേഷം, മർക്കോസിന് സുവിശേഷം ആർക്കാണ് മർക്കോസ് എഴുതിയത്? റോമിലെ സമയത്താണ്. ആ സമയത്ത് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. ചക്രവർത്തി റോമിലെ ക്രിസ്ത്യാനി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ക്രിസ്ത്യാനിയുടെ ഒരു ധൈര്യത്തിന്റെ അനുഭവം നൽകാനായി മർക്കോസിനെ പെട്ടെന്ന് എഴുതി നൽകിയതാണെന്ന് എന്ത് മർക്കോസ്. ഇനി നമ്മൾ മറ്റ് സുവിശേഷങ്ങളിലൊക്കെയാണെങ്കിൽ ലൂക്കാനാണെങ്കിൽ മത്തായിയാണെങ്കിൽ ഒന്നുകൂടി വലിച്ച് നീട്ടി പിടിച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി ആർക്കാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത്? ലൂക്ക ആർക്ക് വേണ്ടിയാണ്? മത്തായിയ യഹൂദ ക്രിസ്ത്യാനികൾക്ക്, ലൂക്കാക്കിയ വിജാതി ക്രിസ്ത്യാനികൾക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വായിക്കുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ഈ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെ വചനത്തെ നേരെ എടുത്ത് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരാണ് ജനവിഭാഗക്കാർ. അതുപോലെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇവിടെ സങ്കീർത്തനങ്ങൾ ആരാണ് എഴുതിയത്? ദാവീദ് രാജാവ്. ദാവീദ് രാജാവാണ് ഹ്യൂമൻ ഓവർ. ദാവീദ് രാജാവാണ്. പക്ഷെ ഡിവൈൻ ഓവർ ആരാണ്? പരിശുദ്ധാത്മാവിന്റെ കൈകളിൽ ഒരു ഇൻസ്ട്രുമെന്റ്, ഉപകരണം മാത്രമായിരുന്നു ദാവീദ് രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഈ സങ്കീർത്തനം 23 എഴുതുമ്പോഴത്തേക്ക് പശ്ചാത്തലമുണ്ട്. ചുമ്മാ ഒന്നും എഴുതുന്നതല്ല, ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് ദാവീദ് ഈ സങ്കീർത്തന ഭാഗം എഴുതുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാം ഇസ്രായേൽ രാജാവായ ഇസ്രായേൽ രാജാവായ ജർമ്മനിക്ക് പോയോ? കാനഡ, ജർമ്മനി, UK എല്ലാം പോയോ? ഞാൻ ഇടവകയിലെ ഒരു അച്ഛന്റെ രാശികാരൻ കേട്ടോ, ട്രാൻസ്ഫറിങ് ഒരുമിച്ചാണ് ട്രാൻസ്ഫർ രാശികാരനാണ്. അപ്പോഴേക്ക് എന്താ ഇസ്രായേൽ ആദ്യ രാജാവായ ഇസ്രായേൽ രാജാവായ സാവൂളാണ് ഇസ്രായേൽ ആദ്യ രാജാവ്. അപ്പൊ ഈ സാവൂൾ ഇസ്രായേൽ ആദ്യ രാജാവായി ധൈര്യത്തോടെ ഫിലിസ്തീൻ സാവൂളായിട്ട് യുദ്ധത്തിൽ വരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മല്ലൻ വന്ന് സാവൂളിനെ ഇസ്രായേലിൽ വെല്ലുവിളിച്ചു. ഞാനുമായിട്ട് യുദ്ധം ചെയ്യാമെന്ന് വരാമെന്ന് പറയുകയാണ്. ആ സമയത്ത് ഒരു പയ്യൻ 14-15 വയസ്സുള്ള പയ്യൻ വന്ന് അവൻ ഞാനെ കല്ലൊക്കെ ഇട്ട് തലക്കി പിടിച്ച് അവനെ അടിച്ച് കൊന്ന് താഴെ വീഴ്ത്തുന്നു. അത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇസ്രായേൽ ഒരു കീർത്തനം ആലോചിക്കുന്നുണ്ട്, ഒരു ജയിക്കാൻ വരുന്നുണ്ട്. എന്താ അറിയാമോ? സാവൂൾ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് പെട്ടെന്ന് സാവൂളിന്റെ ഉള്ളിലേക്ക് ഒരു സ്ഥാനം എനർജി കയറി വന്നു. നമ്മുടെ തരത്തിൽ എങ്ങനെയാ? അസൂയ. അപ്പുറത്തെ കിട്ടിയാൽ 2 നാൾ വെക്കുമ്പോൾ എന്താ പറയുക? കല്യാണത്തിനുമ്പോഴേക്ക് 40-30 സാരി 20,000 രൂപ എന്തോ ഒരു നമ്മൾ തോന്നിക്കണം. എന്തോ ഒരു ആ സാധനം ആ ഉണ്ടായി സാവുണ്ടാക്കി സാവുള്ളിൽ സ്വാർത്ഥത. അത് ഈ സൈറ്റൻ ലൂസിഫറിനുള്ളിൽ ആദ്യം ദിവസമാണ് ഏറ്റവും വലിയ പാവം. ഈ അഹങ്കാരം, അഹന്ത, ഈഗോ ഇതൊക്കെ കയറി വരികയാണ്. ഇതൊക്കെ കയറി വന്നതിന് ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് ഇവരുടെ ഉള്ളിൽ നിന്ന് ദൈവാത്മാവ് വിട്ടുപോകുകയാണ് സാവോളിനുള്ളിൽ. അതിനുശേഷം സാവോൾ ഡിസ്റ്റർബ് ആണ്. ഈ ഡിസ്റ്റർബ് ആയിട്ട് സാവോൾ ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് ദാവീദിനെ കൊല്ലാൻ ഓടിക്കുകയാണ്. 16 വയസ്സുള്ള പയ്യനാണ്, കൊച്ചു പയ്യൻ, വലിയ ആരോഗ്യമൊന്നുമില്ല. ചേട്ടന്മാരുടെ ചേച്ചിമാരുടെ കൂടെ നമ്മളൊന്നും ഇത്രയ്ക്ക് ഒത്തിരിക്ക സാധനം അവനെ ഇട്ട് കൊല്ലാൻ ഓടിക്കുകയാണ്. കുതിരപ്പെടുത്ത് പടയാളികൾ ഓടിച്ച് ഈ ദാവീദ് ഓടി നടത്തുന്നു. ഇവൻ ഓടി അതിന് വായിച്ചറിയാം. ഫിലിസ്തീൻ രാജ്യത്തിനുണ്ട്. ഫിലിസ്തീൻ രാജ്യത്തിൽ ചെറുപ്പത്തേക്ക് പട്ടനെ പോലെ അവലേക്ക് ഉപ്പലേക്ക് പുറത്തേക്ക് വരുന്നു. അവൻ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വിശന്ന് വലഞ്ഞ് ദാഹിച്ച് ഈ ഓടി ദാവീദിനെ ഒരു ദിവസം തടാകത്തിന് തീരുന്നു. ഈ മനുഷ്യൻ തടാകത്തിന്റെ തീരത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോ ദാവീദ് സങ്കടപ്പെട്ട് അവൻ അസ്വസ്ഥനാണ്, ക്ഷീണിതനാണ്, ഉറക്കമുണ്ട്, അസ്വസ്ഥനാണ്. വെള്ളം കുടിക്കാൻ വേണ്ടി തടാകത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ആരാ ദാവീദിനോട് ഇങ്ങനെ? സാവൂൾ. ഇപ്പോഴേ ദാവീദിനെ തടാകത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്നു. തടാകത്തിൽ മനസ്സിൽ കാണണം. അതേ കുളിക്കുമ്പോൾ വെള്ളം മുഖം കഴിയും. രണ്ടാമത്തെ തുമ്പലെടുത്ത് കുടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തടാകത്തിന്റെ മറുകരയിൽ സ്വരം കേൾക്കുകയാണ്. ആ
കേട്ട് ദാവീദ് തല ഉയർത്തി നോക്കുമ്പോഴത്തേക്ക് ഒരു കാഴ്ച എന്താ കാണുന്നത്? സീരിയലിനകത്ത് വൈകുന്നേരം കാണുന്ന പോലെ ചുരി കണ്ടിന്യൂ. പിന്നെ ആദ്യ സംഭവിച്ചു ഇടിച്ചു താഴേക്ക് വീണോ? ആദ്യം ഇവിടെ നമുക്ക് പോകും. അപ്പോഴേക്ക് ദാവീദ് ഇങ്ങനെ നോക്കുവാണ്. ദാവീദ് നോക്കിയതിലേക്ക് തൊട്ട് അക്കരെ ഒരു ഇടയൻ കുറെ ആടുകൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവൻ കേട്ട സ്ഥലം ചെറിയാട് സ്ഥലം വീട്ടിലായിരിക്കില്ല, ഇടയ്ക്കിടയ്ക്ക് ചെയ്യും. അപ്പോഴേ ഒരു ആടിന്റെ സ്വരം കേട്ടു. ദാവീദ് കേട്ടു. ദാവീദ് ശിരസ് നോക്കിയാണ്. ഇത് കണ്ട സമയത്ത് ദാവീദിനുള്ളിലേക്ക് കയറിയുള്ള പ്രാർത്ഥനയാണ് കർത്താവിന്റെ ഇടയൻ. ചുമ്മാതല്ല, നീ കേട്ടോ. ദാവീദ് കണ്ടപ്പോഴത്തേക്ക് കുറെ ആടുകൾ വന്ന് വെള്ളം കുടിക്കുന്നു. തൊട്ടപ്പുറത്ത് കുറെ ആളുകൾ ആ പച്ചപ്പുൽമേട്ടിൽ ഇങ്ങനെ വിശാലമായിട്ട് കടന്ന് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴത്തേക്ക് ദാവീദിനുള്ളിൽ വന്ന പ്രാർത്ഥനയാണ്, കർത്താവാണ് ഇടയൻ, എനിക്കൊന്നും ഉണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവനെനിക്ക് വിശ്രമമാണ്, വിശാലമായ ജലാശയത്തിൽ അവനെ നയിക്കും. സഹോദരങ്ങളെ, ഈ ചെറിയാടിന്റെ പ്രത്യേകത അങ്ങനെ ആർത്തി പിടിച്ചു ചെയ്യുക. ഭയങ്കര ആർത്തിയാണ്. എന്നാലും അവധിക്ക് നമ്മളെങ്ങനെയാണ് 10 മണിക്ക് 15 മണിക്ക് 15:30 അന്ന് ചുമ്മാ രസമല്ലേ ചിന്തോട്ടിക്ക് അവധിക്ക്. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പേരൻസ് ശാന്തം എന്നെ കാണും, നിങ്ങൾ ജയിക്കണ്ടേ 10,000 ഭയങ്കര പാടാം. അപ്പോഴേക്ക് ഈ ചെറിയാടിന്റെ പ്രത്യേകത തിന്നോണ്ടിരിക്കാം. പക്ഷെ ദാവീദ് കാണുമ്പോഴത്തേക്ക് ഇത്ര തീച്ച് തിന്നുന്ന ഈ ആട് ആ തീച്ചയുടെ മുകളിൽ ശാന്തമായി ഞാൻ തോന്നുന്നു. സമൃദ്ധി ഇത്രമാത്രം സമൃദ്ധി. ഞാൻ തിന്ന് വൃത്തി അടഞ്ഞ് ആ ഭക്ഷണത്തിന് മുകളിൽ ഞാൻ കിടക്കുകയാണ്. എപ്പോഴാണ് കാണുന്നത്? കൊല്ലാൻ വരിക, പട്ടണിയാണ്, ദാഹിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ സമൃദ്ധിയെ പറ്റി പറയുന്നത്. ഇനി ഈ ചെറിയാട് പ്രത്യേകതയുണ്ട്. അത് ചുമ്മാ വെള്ളം ഒന്നും കുടിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ ആടുണ്ടെങ്കിൽ ആടാണ് ഏറ്റവും വൃത്തിയുള്ള ജീവിതത്തെ. അതിന് ചുമ്മാ പുല്ലൊന്നും തിരുത്തില്ല. സെലക്റ്റഡ് ആയിട്ട് ചില പുല്ലുകൾ മാത്രമേ തിരുത്തുള്ളൂ, ചില ഇലകൾ മാത്രമേ തിരുത്തുള്ളൂ. ചെമ്പരിയാട് ഭയങ്കര വൃത്തിയുള്ള ജീവിയാണ്. അപ്പോഴേക്ക് ചെമ്പരിയാട് ഈ കലക്ക വെള്ളം ഒന്നും കുടിക്കുന്നില്ല. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം മാത്രമേ വെള്ളം തരാമോ? അത്യാവശ്യം അപ്പോഴേക്ക് ആ വെള്ളത്തിൽ ക്ലിയർ ആയിട്ടുള്ള അപ്പോഴേക്ക് ആ പ്രശാന്തമായ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണണം? മുഖം കാണണം. എന്ത് കാണണം? മുഖം കാണണം. ആ വെള്ളത്തിലേക്ക് ഈ ആട് നോക്കുമ്പോഴത്തേക്കും മുഖം കാണണം. ആ വെള്ളം മാത്രം ആര് കുടിക്കുന്നുള്ളൂ? ചെറിയാട് കുടിക്കുന്നു. നോക്കി ഇടയത്തെ കഷ്ടപ്പാട് പറയുകയാണ്. അപ്പോഴേക്ക് ഈ ഇടയന് ഈ ആടുകൾക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ, ചെറിയാട് ദാഹിച്ചു കഴിഞ്ഞാൽ കൃത്യം സമയം വെള്ളം കൊടുക്കണം. ഇല്ലെങ്കിൽ ഇവമാരെ മുഖമുണ്ടാക്കും. ഇവമാരെ താഴെ കിടന്ന് മുഖമുണ്ടാക്കും, അസ്വസ്ഥ ഉണ്ടാക്കും. അപ്പോഴേക്ക് ടൈമിങ് ശ്രദ്ധിച്ചോണം. ഈ ടൈമിങ് ഈ ആടുകൾ 100 ആടുണ്ടെങ്കിൽ ഈ ആടുകൾക്ക് ദാഹിക്കുന്ന ടൈമിങ് കാൽക്കുലേറ്റ് ചെയ്ത് എവിടെയാണ് കൃത്യമായിട്ട് ഇതുപോലൊരു വെള്ളം കിട്ടുന്ന സ്ഥലം മനസ്സിലാക്കി അവിടേക്ക് ഇതിനെ കൊണ്ടുവരുന്ന ഇടയൻ. ആ ഇടയനെ പറ്റി ഇതാകുന്നത് കർത്താവിന്റെ ഇടയൻ. He knows me. He knows what I want. എനിക്ക് എന്ത് വേണമെന്ന്, എപ്പം വേണമെന്ന്, എങ്ങനെ വേണമെന്ന് അവൻ അറിയാം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിൽ അവന് വിശ്രമങ്ങളും പ്രശാന്തമായ ജലാശയത്തിൽ നയിക്കും. എപ്പോഴാണ് കാണുന്നത്? വൃത്തം നോക്കി കൊല്ലാൻ വരികയാണ്, രക്തോട്ടം ഓടുകയാണ്. അതേപോലെ സങ്കീർത്തനം 23:20 പശ്ചാത്തലമാണ്. കൊല്ലാൻ ഓടിക്കുന്നു. ഇനി തുടർന്ന് നമ്മൾ ഈ ദാവീദ് ഒരു ഇടയബാലനായിരുന്നു. അപ്പോ ഈ ഇടയബാലനായ ദാവീദിന് ഇടയിൽ ചെയ്യുന്ന ഓരോ കാര്യം കൃത്യം അറിയാം. ഈ ആളുകളെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ തപ്പുമുട്ടന്മാരായ മുട്ടനാടന്മാരുണ്ട്. വണ്ണമുള്ള സ്കൂളിൽ അവിടെ KG സെക്ഷനിൽ ഈ കുണ്ടുമണികളുണ്ട്, വണ്ണമുണ്ടായിരുന്നു. കുറച്ച് ചികിടിമാരിലാണ്. ഇമാര് ടെൻത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. അല്പം സൂക്ഷിച്ച് വണ്ണം പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ ചുമ്മാ രസമാണ്, ചുമ്മാ അപ്പോഴേക്ക് ഇവൻ അങ്ങോട്ട് വാർത്തടിച്ച് വീഴും. ഇവൻ വീഴുമ്പോഴത്തേക്ക് പൊടി വരുന്ന ചികിടിമാരുടെ തപ്പൂടെ കൊടുത്തിട്ട്
നമ്മളോട് അവൻ കരയാം. അവൻ കിടന്നിട്ട് അവർക്ക് ചുറ്റും നോക്കും. ആരും ഇല്ലെങ്കിൽ അവർക്ക് അങ്ങോട്ട് എഴുതി. അവിടെ നിന്ന് സ്വല്പം ദൂരോട് മാറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനേഷിന്റെ ഓഫീസാണ്. അങ്ങോട്ട് വരില്ല അതിനോട് എന്നിട്ട് എന്നെ വിളിക്കും. ഒരാൾ പറയും ഞാൻ അവിടെ പേക്കൂട്ടാണ്. ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ടോയ്ലറ്റ് വിളിക്കും. ഒരു ക്ലാസ് മടിയായി ആരാണ് മേടിച്ചത്? 2 ചോദ്യം പഞ്ചായത്തിൽ കിട്ടുമ്പോഴത്തേക്ക് ഇത് ഓക്കെയാണ്. അടിക്കുന്നത് വിളിക്കണ്ട വെള്ളം. അപ്പോഴേക്ക് ഈ ആളുകൾ ഇതുപോലെ നടന്നു പോകുന്ന സമയത്ത് ഈ ശോഷിച്ച അല്ലെങ്കിൽ ആരോഗ്യമുള്ള ആളുകൾ 2 ചവിട്ടി കൊടുക്കും. ആ ചവിട്ടി കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ ആളുകൾ താഴേക്ക് വീഴും. താഴേക്ക് വീണ് കഴിയുമ്പോഴത്തേക്ക് ഈ എന്താ പറയുന്നത് അവൻ കിടന്ന് കരയാൻ തുടങ്ങും. ഇവിടെ കരയാൻ തുടങ്ങുന്ന ഭാവന കാണും കേട്ടോ. കരയാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇടയെ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരും. എന്നിട്ട് ഇവരെ എടുത്ത് നേരെ തോളയിലെ പങ്കിടും. തോളയിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ കിച്ചൺ നിർത്തുന്നില്ല. കരച്ചിലോടെ കരച്ചിലാണ്. ഇടയുടെ ഇടയുടെ കൈ ഇത്ര സാധനം ശ്രദ്ധിച്ചോണെ. ഇവിടെ ഒരു സഞ്ചിയുണ്ട്, ഇവിടെ സഞ്ചിയുണ്ട്. ഈ സഞ്ചിക്കാൻ പഞ്ഞിപ്പൂർ പോലെ സാധനമാണ്. കടല, ചന സഞ്ചിക്കാൻ പറഞ്ഞ സാധനങ്ങളാണ്. ഈ സൈഡിൽ അടുത്തൊരു സാധനമുണ്ട്, ഒരു കുഴലാണ്. ആ കുഴലിനകത്ത് മൊത്തം ഒലിവെണ്ണയാണ്. ശ്രദ്ധിച്ചോണം. ഇപ്പഴ വേറൊരു സഞ്ചിയുണ്ട്, അതിനകത്ത് വെള്ളമാണ്. ഈ കൈ ഇടയുടെ കമ്പുണ്ട്. ഇടയുടെ കമ്പ് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ തിരിയുന്ന കമ്പാണ് ഇടയുടെ കമ്പ്. ഇപ്പോഴത്തെ കൈ ദണ്ഡാണ്. ആ ദണ്ഡിന്റെ പ്രത്യേകത മുകളിലും താഴെ ഈയമാണ്. ഈ സാധനം തല്ലി കൊടുത്തു കഴിഞ്ഞാൽ പുലിയാണ് സിംഹമാണെന്ന് ചത്തുപോകും. കാരണം ഈയമാണ്. ഈയ കട്ട കൊണ്ട് 2 സൈഡിൽ തടികഷ്ടമാണ്, പക്ഷെ 2 സൈഡിൽ ഈയമാണ്. അപ്പോ ഇടയുടെ പടി 2 ആടുകൾക്ക് കൊടുക്കുന്ന ആ പഞ്ചിപ്പൂർ പോലെ സാധനം, വെള്ളം, ഒലിവെണ്ണം, ഇതെല്ലാം വിളിച്ചുകൊണ്ട് പിന്നെ ഒരു ഷോള കിട്ടണമെന്നാണ് ഇടയിൽ പോകുന്നത്. ഭാവന കാണണം ഇടയെ. അപ്പോഴേക്ക് ഈ ആട് തോളെ കിടന്ന് കരയ്ക്ക് ഇടയിൽ ഈ പോലെ പഞ്ചിപ്പൂർ എടുത്ത് അവർ കൊടുക്കും. നമ്മുടെ ഇവിടെ കഴിയുന്ന ഇടയിലെ തോളെ അവർക്ക് അതൊക്കെ കഴിക്കും. കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് നോർമലി സംഭവിക്കാനുള്ള കാര്യമാണ്. അത് കീറിക്കൊണ്ടിരിക്കുകയാണ്, കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടയിൽ വെള്ളം കാണും. പിന്നെ നോർമലി സഞ്ചി എടുത്ത് വെള്ളം കയ്യിലോട്ട് ഒഴിച്ച് അവർക്ക് കൊടുക്കും. വെള്ളം കുടിക്കും. സംഗീതം മാറ്റാൻ ഈ കാര്യം കൃത്യം സംഗീതത്തിൽ ആരോഗ്യത്തിലുണ്ട്. ശ്രദ്ധിച്ചോണം. പല ആവർത്തി വായിച്ചിട്ടുള്ളതാണ്. പച്ചയായ പുത്രനെ അവിടെ ദശാന്തമായ ജലാശയത്തിൽ അവിടെ നയിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ നയിക്കുന്നു. അതായത് തോളിൽ എടുത്തു വെച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്നു. നീതിയുടെ പാത നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ് താഴ്വാരം, അതായത് ശത്രുക്കളെ ചുറ്റും അവന്മാർ ചുറ്റുമുണ്ട്. ആ ഒരു താഴ്വാരം നടന്നാലും ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങനെ 3 മണി രണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു. എന്റെ ശത്രുക്കൾക്ക് മുമ്പിൽ അവിടെ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകും. പാനപാത്രമല്ല, ഇടേന്റെ കൈകളാ കവിഞ്ഞൊഴുകുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. വളരെ മനോഹരമായിട്ടാണ് ദാവീദ് ആ ഇടയന്റെ ഡോർ അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോ ഇടയന്റെ ആ 2 വടി കൊണ്ട് ഉറപ്പേക്കുന്നു. ഇടയന്റെ കൈകളിൽ ഇടയൻ അവിടെ തോളിൽ എത്തിക്കൊണ്ട് വിരുന്നൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയന്റെ കൈകൾ പാനപാത്രം അത് കവിഞ്ഞൊഴുകുന്നു. ഹല്ലേലൂയ. ഇത് ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ ദാവീദിന്റെ ഉള്ളിലുണ്ട്, ദൈവമാണ് എന്റെ ഇടയൻ. ഓൺ ദ സ്പോട്ട് പുറകിലൊക്കെ കൊല്ലാൻ വരുന്നത്. ഈ കൊല്ലാൻ വരുന്ന ആ ടൈമിൽ ദാവീദിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് വിശ്വാസമാണത് പ്രത്യാശയും ലക്ഷ്യം. ഈ ഒരു ബന്ധഭാഗമായി നമുക്ക് ബോധ്യമുണ്ടാകണം. ഏത് സങ്കടത്തിന്റെ, ഏത് ദുരന്തത്തിന്റെ നടുവിൽ ഈ ഒരു വചനഭാഗത്തിന്റെ അർത്ഥവും ആ സാഹചര്യം മനസ്സിലാക്കി മാറുകയാണെങ്കിൽ എനിക്ക് ആശ്വാസം വരുന്നത്. ഹല്ലേലൂയ. ഇനി എന്റെ ശിരസ് തൈലം പൂശുന്നു. എനിക്ക് അർത്ഥം കിടക്കുന്നത് ഈ ചെറിയാടുകൾ പ്രത്യേകത, ചെറിയാടുകൾ പ്രത്യേകത ഇവരുടെ എല്ലാം തലയിൽ പൂജയാണ്. തല പൂജയാണ്. അപ്പോഴേക്ക് ഈ തല പെട്ടെന്ന് ഉണങ്ങും. ഈ തല പെട്ടെന്ന് ഉണങ്ങുമ്പോഴത്തേക്ക് ഇസ്രായേലിൽ പ്രത്യേക തരം ഈശയുണ്ട്, ചെറിയ ഈച്ച. അത് വന്ന് തലയിൽ കൊണ്ടിരിക്കും. വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമാണ്. ഈ കൊച്ചു പെൺപിള്ളാന്റെ തല പെയിൻ വന്നു കഴിഞ്ഞാൽ അമ്മയുടെ സങ്കടം കൊടുത്തിരിക്കല്ലേ, ഭയങ്കര സങ്കടം അമ്മമാർക്ക്. കാരണം കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ തല പേരും കീഴും ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഭയങ്കര സങ്കടം. കൊച്ചിന് ചോര കുടിച്ചോണ്ടിരിക്കല്ലേ, എങ്ങനെയെങ്കിലും കളയാൻ പോകും. ഈ കൊച്ചു തല ചൊറിയാൻ പോകും, എന്തെങ്കിലും ചെയ്യാൻ പറ്റും. കാര്യം ഉള്ളൂ. അപ്പോൾ ഈ ആടിന്റെ തലയിൽ വന്ന് ഈ ഈച്ച മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങും. ആടിനെ. അപ്പോഴേക്ക് ഈ ആടിനെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ആട് ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇവ പോയി ഏതെങ്കിലും കരിങ്കല്ലിൽ പോയി തലയിട്ടിരിക്കും. കാരണം അത് ഇറിറ്റേഷൻ മാറ്റാൻ വേണ്ടി. അല്ലെങ്കിൽ മറ്റാളുകൾ പോയി ക്ലിയർ ആയപ്പോ
ഈ രണ്ട് പരിപാടി ചെയ്യും. ഈ രണ്ട് പരിപാടി ചെയ്യുമ്പോഴത്തേക്ക് ഇറിറ്റേറ്റഡ് നേച്ചറാണ്. നമ്മളെല്ലാം വീട്ടിൽ പോലെ ഇറിറ്റേറ്റഡ് മനുഷ്യരുടെ ആൾക്കാരും അവനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പുറമെ എന്തെങ്കിലും സാധനം അവനുള്ളിലേക്ക് വന്ന് അവനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോൾ അവൻ ഭാര്യയെ വന്നിടിക്കും, അല്ലെങ്കിൽ അവിടെ പീഡിക്കും, നാട്ടിലടിക്കും, അവിടെ ഇടിക്കും, മറ്റുള്ളവരെ ഇടിക്കും, അവസാനം അവിടെ ഇടിച്ചെടുത്തത് സ്വന്തം ജീവിതമാക്കും. അങ്ങനത്തെ മനുഷ്യർക്ക് കാണാൻ കഴിയും. ഇറിറ്റേറ്റഡ് ആണ് മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്തല്, പ്രാർത്ഥിക്കുക, അവരോട് അനുകമ്പ കാണിക്കുക, സ്നേഹം കാണിക്കുക, അവനെ തിരിച്ചു കൊണ്ടുവരിക. അതാണ് ഇവിടെയുടെ ജോലി. അപ്പോഴേക്കും ഇവനിങ്ങനെ ഇറിറ്റേറ്റഡ് ആണ്. ഈ ഇടിക്കുന്ന സമയത്ത് ഇതിന്റെ തല പൊട്ടാൻ പോകും. തല പൊട്ടുമ്പോഴത്തേക്ക് ഇതിന്റെ ലാവ ഇതിന്റെ ബ്രെയിനിന്റെ ആകുന്ന കയറി ബ്രെയിനിനെ മൊത്തം ഡിഫക്ട് ചെയ്യും. പിന്നെ രക്ഷിക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ ആൾ എവിടെയെങ്കിലും തന്റെ തലയിടിച്ച് തല പൊട്ടി ചാവുകയാണ് ചെയ്യുന്നത്. ഒരു രോഗമാണ് ആളുകളുണ്ടാകുന്നത്. അപ്പോഴേക്കും ഈ ഇടയിൽ 100 ആളുകൾ ഉണ്ടെങ്കിൽ ഓരോ ആടിനെയും പേഴ്സണലി അറിയാം. ഇടയിൽ എന്ത് ചെയ്യും? ഓരോ ആടിനെ എടുത്തേക്ക് ചെയ്ത് ഓരോ ആടിന്റെ തലയെ തൊട്ട് പോകും, ഉണർന്നുണ്ടാവും. ഈ കൊലുവനെ എടുത്ത് ഇത് തല തേച്ച് കഴിഞ്ഞ് പൂച്ച മുട്ട എടുക്കില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു ഔഷധ ഗുണം കാരണം അത് എന്താ പറയുന്നത് നശിച്ചു പോകുള്ളൂ. അപ്പൊ ഓരോ ആട്, എന്റെ 100 ആടുണ്ട്, ഓരോ ആടിന്റെ അടുത്ത് വന്ന് ഓരോ ആടിന്റെ തലയിൽ തൈലം തേച്ച് പോവാണ്. അപ്പൊ ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേക്ക് ഇപ്പോഴും വരുമ്പോഴത്തേക്ക് ഉണങ്ങി കാണുമായിരിക്കും. പക്ഷെ ഇടയിൽ ഓരോ ആടിനെ പേഴ്സണലി അറിയാവുന്നത് ഓരോ ആടിന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. അതാണ് ദാവീദ് ഈ സംഗീതത്തിൽ പറയുന്നത്. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, വളരെ മനോഹരമായിട്ടാണ് ദാവീദ് ഈ സംഗീതത്തിൽ പ്രാർത്ഥന മാത്രമല്ല, അതിന്റെ ബന്ധമാണ് ഈ ഒരു സംഗീതത്തിൽ കാണാൻ സാധിക്കും. സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ദാവീദിനെ പോലെ ഈ ഒരു സംഗീതം ചെയ്ത് നോക്കിയിരിക്കും നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറുന്നതാണ്. ഇത് രക്ഷയുടെ അനുഭവം നൽകുന്ന സംഗീതത്തിന്റെ ഭാഗമാണ്, പ്രത്യാശ നൽകുന്ന സംഗീതത്തിന്റെ ഭാഗമാണ്. എന്താണ് രക്ഷ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സംഗീതമാണ് എന്റെ ഉത്തരം. ഇതാണ് ഉത്തരം. ഏത് പകർച്ചയുടെ നടുവിലും എനിക്ക് വേണ്ടി നിലകൊള്ളുന്നവൻ ഉണ്ട്, എന്നെ അറിയുന്നവൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ ഇറിറ്റേഷൻ അറിയുന്നവൻ എന്റെ കൂടെ ഉണ്ട്, എനിക്ക് എന്ത് വേണം, എപ്പോ വേണം, എങ്ങനെ വേണം, എവിടെ വേണം എന്ന് കൃത്യം അറിയാവുന്നവൻ എന്റെ കൂടെ ഉള്ളതല്ല. ആ ബോധ്യവും ഉറപ്പുമാണ് രക്ഷയും പ്രത്യാശയും. ഹല്ലേലൂയ. ഇനി കേട്ടോ, ഈ വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് കീഴേ ആളുകൾ ഏതാണ്ട് ഒരുമിച്ച് കൊണ്ടുവരും. ഇത് മുട്ടക്കുന്നിൽ മുകളിൽ കൊണ്ടുവരും. ഇപ്പൊ വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞാണ് ഇടയിൽ തിരിച്ചെങ്ങോട്ട് ചെല്ലുന്നത്, വീട്ടിൽ ചെല്ലുന്നത്. കാരണം കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ യാക്കോബ് ജോസഫിനോട് കാരണം എന്റെ ചേട്ടന്മാർ പോയിട്ട് കുറെ നാളായി ഇതൊന്നും അന്വേഷിച്ച് പോയാൽ 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ളൂ. ഇപ്പോഴേക്ക് ഇടയന്മാർ പോയി കഴിഞ്ഞാൽ രാത്രി ആവുമ്പോഴത്തേക്ക് 1-2 ഇടയന്മാർ ഒരുമിച്ച് വരും. ഞാൻ ഇടയനേക്ക് ദൂരാണ്, ഇതൊരു ഇടയൻ ദൂരാണ്, ഇതൊരു ഇടയൻ ദൂരാണ്, മൊത്തം 300 ആളുണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരുടെ ആളുകളെ മുട്ടത്തിന്റെ മുകളിൽ കൊണ്ടുവരും. അതെല്ലാം ഒരുമിച്ച് അവിടെ നിർത്തും. എന്നിട്ട് ഈ അരയ്ക്ക് മുകളിലേക്കുള്ള മരക്കുറ്റികൾ ഞങ്ങൾ അവിടെ കണ്ടെത്തും. അത് കൊണ്ടുവന്ന് ഇതിന് ചുറ്റും കുറ്റി അടിക്കും. എവിടെ അടിക്കും? ആടുകൾ നിൽക്കുന്നതിന് ചുറ്റും കുറ്റി അടിക്കും. അവിടെ കാണാൻ കേട്ടോ, ചുറ്റും കുറ്റി അടിക്കും. എന്നിട്ട് ഇതിന് 3 ഇടയന്മാർ ഉണ്ടെങ്കിൽ 3 ഓപ്പണിംഗ് ഇടും. ഇതുവഴി ഓപ്പണിംഗ്, ഇതുവഴി ഓപ്പണിംഗ്, ഇതുവഴി ഓപ്പണിംഗ്. ആടുകളെല്ലാം ഉള്ളിലേക്ക് കയറ്റും. എന്നിട്ട് ഈ ഓപ്പണിംഗ് ഇങ്ങനെ അടയ്ക്കുന്നത്, ഈ ഓപ്പണിംഗ് ഇങ്ങനെ അടയ്ക്കും. ഈ വാതിൽ ഇടയൻ കയറി അവിടെ കിടക്കാം, ഇടയൻ കയറി അവിടെ കിടക്കും. ഇനി ആടിന് പുറത്തേക്ക് പോകണമെങ്കിൽ ഇടയന്റെ നെഞ്ചിൽ ചവിടണം. അപ്പന്റെ നെഞ്ചിൽ താഴെ ചവിടുന്നത്, അപ്പന്റെ നെഞ്ചിൽ താഴെ ചവിടാൻ അവകാശം ആരും ചവിട്ടുന്നത് നോക്കി. ഞാനെന്റെ വീട്ടിൽ ചെന്നെങ്കിൽ അനിയനെ കൊച്ചിനെ താഴെ 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 ലോകമാനിച്ചു. അതിൽ അവന്റെ മുതിർന്ന് നെഞ്ചിൽ കയറും. ഞാൻ ഒന്നും പറയില്ല, മുതിർക്കുകയാണ്. അവന് തോളയിലാണ്, മുതിർത്ത് കയറണം, ഇടിക്കണം, കടിക്കണം, ഉമ്മ തരണം. അപ്പന്റെ നെഞ്ചിൽ കയറാൻ അവകാശം മക്കൾക്കാ. ഇടയന്റെ നെഞ്ചിൽ കയറാൻ അവകാശം ഇതിന് മകന്റെ പോലെ ഇടയെ കാണാൻ ഈ ആട് മാത്രമാണ്. ഇടയെ നമ്മുടെ കൂടെ കിടന്നു കഴിഞ്ഞാൽ ഇവൻ നെഞ്ചിൽ കയറി ഇടയെ പിടിച്ച് പാകുകയും പുറത്തുനിന്ന് കുറുക്കണ കാര്യം വന്നാലോ 2 ഇരിപ്പുണ്ട് പൊട്ടിക്കും. മനസ്സിലായല്ലോ? ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാനാണ് ആടുകളുടെ വാതിൽ. അതിന്റെ അർത്ഥമല്ല ചുമ്മാ ഈശോ പറഞ്ഞത് ഈ ഇടയന വാതിലായി കിടക്കുന്നത് ഞാനാണ് വാതിൽ. കള്ളന്മാർ വാതിലല്ല, അവർക്ക് മറ്റു പല കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. വെളുപ്പിന് പ്രമാദമാണ് ഈ ഇടയന്മാരെ എഴുതിയത്. 3 ഇടയന്മാരുണ്ടല്ലോ ഞങ്ങള്. 3 ഇടയന്മാരെ ആളുകൾ കൂടി 300 ആളുകൾ കിടപ്പുണ്ട്.
എല്ലാവരും മിക്സപ്പായി ഞങ്ങൾ തിരിച്ചറിയുമല്ലാതെ എന്താ മാർഗം? തിരിച്ചറിയാൻ പറ്റുമോ? ദൈവത്തിൽ മാർഗമൊന്നും കിട്ടില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യം. ഇടയിൽ നമ്മൾ മാറുന്നില്ല, അത് നമ്മൾ വിളിക്കും, തങ്കമ്മേ, ചോച്ചാമേ, തങ്കപ്പ, നീ അറിയുവാ. അതല്ല യേശു പറഞ്ഞത്. എന്താ പറഞ്ഞത്? എന്റെ ആടുകൾ എന്റെ സ്വരം കേൾക്കും. ആ ഇടയിൽ അപരിചിതനാണ്. ആ ഇടയുടെ സ്വരം കേട്ടാൽ അങ്ങോട്ട് പോകും. ഇദ്ദേഹം പുറത്തേക്ക് വിളിച്ച് ഇമാരെല്ലാം നിരന്തരയായിട്ട് ഇടയുടെ പുറകെ പോകും. ആ ഇടയിലെ ആളുകൾ അങ്ങോട്ട് പോകും, ആ ഇടയിലെ ആളുകൾ അങ്ങോട്ട് പോകും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 23 സുവിശേഷങ്ങളിൽ ഏറ്റവും ഇടയിൽ എന്ന ആ കൺസെപ്റ്റ് പറയുന്നത് അവിടെ എല്ലാം ഈ രക്ഷയുടെ അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ ഈ ഒരു വചനഭാഗത്തിന് ഇനി വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. ഇനിയും ഒത്തിരി കിടക്കൊണ്ട് സമയമില്ലാത്തൊരു 7-10 ആകുന്നു. ഞാൻ പെട്ടെന്ന് ചുരുക്കി രണ്ടാമത്തെ ആശയങ്ങൾ പറഞ്ഞിട്ട് വേണം ആരാധന. ഹല്ലേലൂയ. നമുക്ക് ഈ സങ്കീർത്തനം ജസ്റ്റ് ഒരുമിച്ച് എല്ലാം കണ്ണുകളെടുത്ത് ഭാവനയിൽ കാണണം. ആ ആട് ഇടയൻ ദാവീദ് കണ്ണുകളെടുത്ത് ശാന്ത മാറ്റുന്നത്. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകടിയുണ്ട്, അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിൽ അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകി. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ് താഴ്വാരയിലൂടെ ഞാൻ കടന്നാലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങനെ 3 വഴിയിൽ ദണ്ഡം എനിക്ക് ഉറപ്പേക്കും. എന്റെ ശിരസ് എന്റെ ശത്രുക്കൾ മുമ്പിൽ അവിടെ നിന്ന് കീഴ്നിർത്തും. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകിക്കുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞിടുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ ലഭിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് രക്ഷയുടെ അനുഭവം. രക്ഷയുടെ അനുഭവം കുർബാന നൽകുമ്പോൾ ഈ ഒരു അനുഭവത്തോട് കുർബാന പങ്കെടുത്ത് നോക്കുകയും കണ്ണുനായി നമുക്ക് ഒരു കാഴ്ചക്കാരെ നിൽക്കാൻ സാധിക്കുന്നില്ല. എന്റെ ഇടയിൽ എന്ന ആ ബോധ്യത്തോടു കൂടി കുർബാന പ്രകടനം, എന്റെ ഇടയിൽ എന്ന ബോധ്യത്തോടെ ഉപസാരത്തോടെ ചെന്ന് നോക്കുകയും അവിടെ കിട്ടുന്ന ഹീലിംഗ്, അവിടെ കിട്ടുന്ന ഒരു പ്രത്യാശയുടെ അനുഭവം, അവിടെ കിട്ടുന്ന ഒരു കൃപാവനം എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഹല്ലേലൂയ. ഇതാണ് രക്ഷയുടെ അനുഭവം. ഇനി രക്ഷയുടെ അനുഭവം അടുത്ത് നൽകുന്നതാണ് പ്രത്യാശയുടെ അനുഭവം. ഇതാണ് പ്രത്യാശ. ഈ രക്ഷയുടെ അനുഭവം ടേസ്റ്റ് ചെയ്യുന്ന, അതായത് രക്ഷ ഇങ്ങനെ കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന് കിട്ടുന്ന അടുത്ത അനുഭവമാണ് എന്ത്? പ്രത്യാശയുടെ അനുഭവം. കുടിക്കുന്ന പ്രത്യാശ എന്ത്? ദാഹം. ഇപ്പൊ രക്ഷയുടെ അനുഭവം കുടിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് രക്ഷയുടെ വ്യക്തിയെ സങ്കീർത്തനം 20 എന്നുള്ളത് അവന് പ്രത്യാശയുടെ അനുഭവം കിട്ടും. ഈ പ്രത്യാശയുടെ അനുഭവം വരാനെങ്കിൽ 2 കഥാപാത്രങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എടുത്ത് വെക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഈ 2 വ്യക്തികളെ കാണാൻ സാധിക്കും. ഞാൻ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിൽ അബ്രാമും ലോത്തും. ആരൊക്കെയാണ്? അബ്രാമും ലോത്തും അബ്രാമും. ആരാണ് അബ്രാം? ആരാണ് ലോത്ത്? എന്താ ബന്ധം രണ്ടുപേരും തമ്മിൽ? എനിക്ക് ബന്ധമുണ്ടോ? ആരാണ് പേര്? കസിൻസ് ആണ്, സഹോദരങ്ങളാണ്. അബ്രാഹത്തിന്റെ അടുത്ത സഹോദരനാണ് ആര്? ലോത്ത്. അപ്പോഴേക്ക് ഒരിക്കൽ ഈ 13-ാം അധ്യായം കാണുന്നത് ഒരിക്കൽ ഈ അബ്രാഹത്തിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും കശപിശ ഇടി ഉണ്ടാകുകയാണ്. ഈ ഇടി ഉണ്ടായിരുന്നെങ്കിൽ അബ്രാം ലോകത്തെ നമുക്ക് തമ്മിൽ പിരിയാം. സങ്കടമൊന്നുമില്ല, പക്ഷെ നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. നമ്മുടെ ഇടയന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കാൻ പാടില്ല. നിന്റെ മുന്നിലത്തെ ഈ ദേഷ്യം മുഴുവൻ കിടക്കും. നിനക്ക് ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകാം. ലോകം നോക്കിയപ്പോൾ ഈ ഒരു വശം റൈറ്റ് സൈഡ് മൊത്തം മരുഭൂമിയാണ്. മരുഭൂമി, വെള്ളം കൂടിയില്ല, മൊത്തം കിടക്കാം. ഇങ്ങോട്ട് നോക്കിയപ്പോഴത്തേക്കും പച്ചപ്പ്, നല്ല പച്ചപ്പുണ്ട്, മനോഹരമായ സ്ഥലം. ലോകത്ത് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോകാൻ പറയാം. വായിച്ചോക്കാം, അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടും. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് പ്രത്യാശ എന്ന വാക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അബ്രാം ലോകത്തോട് പറഞ്ഞു, നമ്മൾ തമ്മിലും നമ്മുടെ ഇടയന്മാർ തമ്മിലും കലമുണ്ടാകരുത്, കാരണം നമ്മൾ സഹോദരങ്ങളാണ്.
വേഷമെല്ലാം നിന്റെ കൺമുമ്പിലുണ്ടല്ലോ, എന്നെ തിരിഞ്ഞു പോകുക. ഇടത് ഭാഗമാണ് നിനക്ക് വേണ്ടമെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, വലത് ഭാഗമാണ് നിനക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം. 10-ാം വാക്യം. ജോർദാൻ സമതലം മുഴുവൻ ജലപുഷ്ടിയുള്ള ഭൂമിയാണ് ലോത്ത് കണ്ടു. ആര് കണ്ടു? ശ്രദ്ധിച്ചോണേ, എന്താണ് പ്രത്യാശ എന്ന് പറയുന്നത്. അപ്പോ ലോത്ത് നോക്കിയപ്പോൾ ജോർദാന്റെ സമതലം മുഴുവനും ഫലപുഷ്ടിയുള്ള ജലസമൃദ്ധിയുള്ള ഇടമാണെന്ന് ലോത്ത് കണ്ടു. അത് കർത്താവിന്റെ തോട്ടം പോലെയും സോവാറിന് നേരെയുള്ള ഈജിപ്തിലെ മണ്ണ് പോലെയും ആയിരുന്നു. അത് കർത്താവിന്റെ തോട്ടം പോലെ ആയിരുന്നു. തോട്ടമായിരുന്നോ? ശ്രദ്ധിച്ചോണേ, തോട്ടമല്ലായിരുന്നു, തോട്ടം പോലെയും അല്ലെങ്കിൽ ഈജിപ്തിലെ മണ്ണ് പോലെയും അവന് തോന്നി. അവൻ അവിടെ പോയി വാസം ഉറപ്പിച്ചു. ആ സ്ഥലമാണ് സൊദോം ഗൊമോറ. ആ സ്ഥലമാണ് സൊദോം ഗൊമോറ. ലോകത്തിന് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത അബ്രാം മെന്റാലിറ്റി, ലോത്ത് മെന്റാലിറ്റി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അബ്രാം മെന്റാലിറ്റിയുടെ പ്രത്യേകത, അത് പറ്റിയ കാര്യം. ലോത്ത് മെന്റാലിറ്റിയുടെ പ്രത്യേകത നമ്മുടെ ലോജിക്, നമ്മുടെ റീസണിങ് വെച്ചുകൊണ്ട് അത് കൊള്ളാം, അത് സോവാർ പോലെ കർത്താവിന്റെ തോട്ടം പോലെ ഇരിക്കുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ജർമ്മനിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി, കാനഡയിൽ ചെന്ന് കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി, ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഐ വിൽ ബി ഹാപ്പി, ഈ പെൺകുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആകും എന്ന ചിന്തയാണ്. മനസ്സിലായില്ലേ? നമ്മുടെ റീസണിങ് വെച്ചുകൊണ്ടാണ്, നമ്മുടെ ലോജിക് വെച്ചുകൊണ്ടാണ് ചിന്തിക്കുന്നത്. അവിടെ മറ്റ് ആരും ആശ്രയിക്കുന്നില്ല. ലോകത്ത് സ്വന്തം ലോജിക്കിൽ വെച്ചുകൊണ്ട് ദൈവത്തിൽ പ്രത്യാശ വെക്കാതെ അവന്റെ കഴിവിൽ തന്നെ ആശ്രയിച്ചുകൊണ്ട് ചെന്ന ഇടം അവന് കിട്ടിയോ? ആ സ്ഥലം ആരാ കണ്ടുപിടിച്ചു കൊടുത്തത്? ആരും കണ്ടുപിടിച്ചു കൊടുത്തതാണോ? സ്വന്തമായി കണ്ടുപിടിച്ചു പോയതാണ്. അത് സോദോം ഗൊമോറ മണ്ണ് പോലും മിച്ചം വെക്കാതെ ഒപ്പം നശിച്ചില്ലാതായിരുന്നു. ഇനി 14-ാം വാക്യം ശ്രദ്ധിച്ചോണം. അബ്രാഹാം ആകട്ടെ അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവുകയാണ്. 14-ാം വാക്യം. അബ്രാഹാം ലോത്തിൽ നിന്ന് വേർതിരിഞ്ഞ ശേഷം കർത്താവ് അബ്രാഹത്തോട് പറഞ്ഞു, നീ തല ഉയർത്തി നോക്ക്, പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കാൻ വേണ്ടി പറഞ്ഞു. 15-ാം വാക്യം. നീ കാണുന്ന ഈ പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതികൾക്കും എന്നേക്കുമായി ഞാൻ തരും. അതവ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതാണ്. ഇവിടെ അബ്രാഹാം ദൈവത്തിൽ ആശ്രയിച്ചു. മരുഭൂമിയെ ദൈവം പറയുകയാണ്, ഈ മരുഭൂമി മുഴുവൻ ഞാൻ നിനക്ക് തരും. തുടർന്ന് കേട്ടോണ്ട് പറയുന്നത്, ഭൂമിയിലെ പൂഴി പോലെ നിന്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും. പൂഴി ആർക്കെങ്കിലും എണ്ണി തീർക്കാമെങ്കിൽ നിന്റെ സന്തതികളെ എണ്ണി തീർക്കാൻ സാധിക്കും. എഴുന്നേറ്റ് ഈ ഭൂമിക്ക് നെടുകയും കുറുകയും നടക്കുക, പുരുഷാകൃതി നടക്കുക, രക്ഷയുടെ അനുഭവത്തിൽ കടന്നു പോകാന്ന് പറഞ്ഞത് അത് അവന് കിട്ടി. ഹല്ലേലൂയ. ഇതാണ് പ്രത്യാശ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ റീസണിങ്ങിൽ ലോജിക്കിലല്ല ഞാൻ ആശ്രയിക്കുന്നത്, ദൈവത്തിന്റെ അല്ലെങ്കിൽ തമ്പുരാനിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അബ്രാഹാം മെന്റാലിറ്റി, ലോത്ത് മെന്റാലിറ്റി. നമുക്ക് ലോത്തിന്റെ മനോഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ലോത്ത് ചെയ്ത പോലെ ആയിരിക്കും. അവസാനം ചെന്നെത്തുന്നത് വിനാശയാണ്. അബ്രാഹത്തിന്റെ മൈൻഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ദാവീദിന്റെ മൈൻഡ് ആണെങ്കിൽ ഏത് ദുരന്തം മുന്നിലുണ്ടെങ്കിലും കർത്താവ് എന്റെ കൂടെ ഉള്ളതിനാൽ കർത്താവ് ഇതിനെ അനുഗ്രഹമാക്കി മാറ്റി തരുമെന്നുള്ള ആ ബോധ്യമാണ് പ്രത്യാശ. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. രണ്ട് ആശയം മാത്രം ഞാൻ പറഞ്ഞത്. രക്ഷ, പ്രത്യാശ. എന്താണ് പ്രത്യാശ ആഴത്തിൽ മനസ്സിലാക്കാൻ അബ്രാഹത്തെ പഠിച്ചാൽ മതി. ലോകത്തിലെ മൂല്യമല്ല, അബ്രാഹത്തെ പഠിച്ചാൽ മതി. 60-ാമത്തെ 70-ാമത്തെ വയസ്സിൽ മകനെ തരുന്ന് പറഞ്ഞു, കൊടുത്തില്ല. 90 കഴിഞ്ഞ് കൊടുത്തു. അത്രയും വർഷം കാത്തിരിക്കുന്ന അബ്രാഹത്തെ പഠിച്ചാൽ മതി. എന്താണ് പ്രത്യാശ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ആ മനുഷ്യനെ വിശ്വാസികളുടെ പിതാവായിട്ട് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ സായാഹ്ന കൺവെൻഷനിൽ ഞാൻ അധികം ഒന്നും പറഞ്ഞിട്ടില്ല, ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എല്ലാം ഒന്നും ഇനി ഓർത്തിരിക്കത്തില്ല എന്ന് എനിക്കറിയാം. ഓർത്തിരിക്കാൻ വേണ്ടി ചില കീ പോയിന്റ്സ് മാത്രം വീണ്ടും ഇട്ട് തരാം. ഓരോ ക്രിസ്ത്യാനി പ്രത്യാശയുടെ മുഖം ഉള്ള വ്യക്തിയാണ്. 1. 2, കുരിശിനെ ആലിംഗനം ചെയ്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ കുരിശിന്റെ മുദ്ര നിറകെ പുലർന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അത് അർത്ഥമാക്കുന്നത് ഞാൻ അവൻ സ്വന്തമാകുന്ന ബോധ്യമാണ്.
ഞാൻ അവന് സ്വന്തമാണെന്ന് ബോധിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ആണ് ദാവീദ് പറഞ്ഞ രക്ഷയുടെ അനുഭവം. സങ്കീർത്തനം 23. അവിടെ മരണത്തിന്റെ നിഴലിൽ നിന്ന് താഴ്വാരയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവിടെ നിന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് പറയാൻ മാത്രം. എന്റെ വേദനകൾ ഓരോ എന്റെ പേഴ്സണലി എന്റെ ഇറിറ്റേഷൻസ് വരെ ഒരു നിസ്സാര കാര്യം വരെ പേഴ്സണലി ഹി നോസ് മീ, പേര് ചൊല്ലി വിളിക്കുന്നവൻ. അതാണ് രക്ഷയുടെ അനുഭവം. ഈ രക്ഷയുടെ അനുഭവം ടേസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവന് കിട്ടുന്ന അടുത്ത അനുഭവമാണ് അബ്രാഹം മനോഭാവം. അബ്രാഹം മനോഭാവത്തിന്റെ പ്രത്യേകതയാണ് ലോകത്തിനെ പോലെ പുറമെ കാണുന്ന തോന്നിക്കുന്ന കാര്യങ്ങളിൽ പിന്നാലെ അല്ല ഓടുന്നത്, നേരെ മറിച്ച് തമ്പുരാൻ കാണിച്ചു തരുന്ന ആ പാതയിൽ വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന അബ്രാഹത്തെ കാണാൻ സാധിക്കും. അവിടെ അബ്രാഹത്തോടെ പറഞ്ഞു, നിനക്ക് ഞാൻ ഈ മണ്ണ് തരും. ദൈവമാണ് തിരിച്ചെഴുതി കൊടുത്തത്, അല്ലാതെ അബ്രാഹം സ്വന്തമായിട്ട് എടുക്കുകയുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇനി ആരാധനയിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിനെ നിങ്ങൾ ധ്യാനിക്കണം. സങ്കീർത്തനം 23, ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം ധ്യാനിച്ച് വായിക്കണം, പ്രാർത്ഥിക്കണം. നമുക്ക് പ്രത്യാശയുടെ മുഖമുള്ള വ്യക്തികളായി മാറാൻ സാധിക്കട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ കുടുംബങ്ങളിൽ പ്രിയ അപ്പന്മാരെ, പ്രിയ അമ്മമാരെ, ഞങ്ങൾ പ്രത്യാശയുടെ മുഖമായി മാറണം. ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കുകയാണ്. അപ്പം അമ്മമാരെ നിങ്ങളോടാണ് പറയാനുള്ളത്, എന്റെ കൊച്ചു കണ്ടിന്മാരെ നിങ്ങളോടാണ് പറയാനുള്ളത്. നിങ്ങൾ കുടുംബത്തിൽ വിളക്കാണ്. നിങ്ങൾ കുടുംബത്തിലെ വിളക്കാണ്. ആരാണ് കുടുംബത്തിലെ? അമ്മയാണ് കുടുംബത്തിലെ വിളക്ക്. പ്രിയ അപ്പന്മാരെ, ഈ വിളക്ക് വെച്ചിരിക്കുന്ന പീഠമാണ് നിങ്ങൾ. കേട്ടോ? ഈ പീഠം ഇളകാൻ പാടില്ല, ഉറച്ചതായിരിക്കും. ഈ പീഠം ഇളകിയാൽ ഈ പീഠം ഇളകാൻ പാടില്ല, ഈ അടിത്തറ ഇളകാൻ പാടില്ല. ഈ അടിത്തറയ്ക്ക് ബലം നൽകുന്നതാണ് പ്രാർത്ഥനയും സ്നേഹവും ഈ പ്രത്യാശയുടെ രക്ഷയുടെ അനുഭവം. അതൊരു ഇളക്കം പറ്റല്ല. ഈ അമ്മമാരെ, നിങ്ങളാണ് വീട്ടിലെ ഈ വിളക്ക്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക. എണ്ണയുണ്ടോ? എണ്ണ വറ്റിയാൽ കരിന്തിരി കത്തും. കരിന്തിരി കത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ സംഭവിക്കാൻ പോലെ പൊക്ക കൊണ്ട് നിറയും. പൊക്ക കൊണ്ട് നിറയുമ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പല വീട്ടിലെ അനുഭവം ഭർത്താവ് വീട്ടിലെ വീട്ടിൽ നിറയുന്നത് അസുഖമില്ല, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാ? വീട് മൊത്തം കരിയും പോയാണ്. അങ്ങനെ എണ്ണയില്ല. പ്രത്യാശയാകുന്ന വിശ്വാസമാണ് എണ്ണ വറ്റിപ്പോയി. എണ്ണ വറ്റിയാൽ കരിന്തിരി കത്തും. കത്തിനിട്ടുണ്ടല്ലോ, പലതും കെട്ടുപോയി. ഇരുട്ട്. എന്താ ഇരുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൽ ഇരുട്ട് എനിക്ക് അർത്ഥമുണ്ട്. ഇരുട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കാണില്ല, രണ്ടും കാണില്ല. അതായത് കർത്താവിന് കർത്താവായിട്ടോ, ഭാര്യയായിട്ടോ, മകന് മകനായിട്ട്, മകളെ മകളായിട്ട് കാണാൻ പറ്റത്തില്ല. ഒന്നും കാണുന്നില്ല, ആരെ കാണാൻ പറ്റില്ല. സെൽഫിഷ്, സ്വാർത്ഥം. വീട്ടിൽ വെച്ച് സാധനയാണ്. മറ്റ് അവരെ കാണാൻ പറ്റാത്ത അവസ്ഥ. ഈ വിളക്ക് കെട്ടി കഴിഞ്ഞാൽ വീട്ടിലെ അവസ്ഥയാണ്. നമ്മൾ ഉറപ്പ് വരുത്തുക അമ്മമാരെ, നിങ്ങൾ വിളക്കാണ്. ആ വിളക്കിനുള്ളിൽ പ്രാർത്ഥനയാകുന്ന, വിശ്വാസമാകുന്ന ആ എണ്ണയുണ്ടെന്ന് ഉറപ്പുവരുത്തുക, തിരിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതൊരു പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എപ്പോഴും ഇങ്ങനെ കത്തി നിൽക്കുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അങ്ങനെയാണ് ആ വീട്ടിൽ എപ്പോഴും പ്രകാശമായിരുന്നു. ഒരിക്കലും അടച്ചിരുന്നത് വെച്ച് വീട്ടിൽ മൊത്തം അസ്വസ്ഥത, വീട്ടിൽ മൊത്തം ഇരുട്ട, അസ്വസ്ഥത, ബുദ്ധിമുട്ട, കഷ്ടപ്പെട്ട് പ്രാർത്ഥന പരമജി നമ്മൾ കയറി ചെലുത്ത് വീട്ടിൽ ഇരുട്ടാണെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതിയാണ്. തിരികെ തെജാമതി ഇരുട്ട് ഓൺ ദ സ്പോട്ട് ഇല്ലാതാക്കില്ല. നമ്മൾ ആ വെളിച്ചം തപ്പി ഓടി നടക്കണം. നാട് മുഴുവൻ അവിടെ നിങ്ങളുടെ ഉള്ളിൽ അഗ്നി കത്തട്ടെ. അത് നിങ്ങൾ കത്തുമ്പോഴത്തേക്ക് വീടിനുള്ളിൽ ഏത് ഇരുട്ടും ഇല്ലാതാക്കണം. ഹല്ലേലൂയ. അപ്പന്മാര് ഉറച്ച അടിത്തറയാണ്, അമ്മമാര് വിളക്കാണ്. ഇനി ഈ വിളക്കിനുള്ളിൽ നിന്ന് ഈ എണ്ണ നിറഞ്ഞ് തുളുമ്പി ഇത്തിത്തിത്തിട്ട് ഇങ്ങനെ വീഴും. ക്ലൗഡ് ഇരിക്കില്ല കേട്ടോ, ക്ലൗഡ് ഇരിക്കുന്നു. ഇത്തിട്ട് വീഴും. എങ്ങോട്ട് വീഴേണ്ടത്? മക്കളുടെ നിറയെ വീഴണം. അവരിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റപ്പെടണം. അതാ പറയുന്നതിനെ പറ്റി
പറഞ്ഞത്, അവൾ കൃപ കൊണ്ട് നിറഞ്ഞ് തുളുമ്പിയവളാണ് മറിയ. അങ്ങനെയായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ചുരുക്കുകയാണ്. പ്രധാന കൃപയ്ക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കൂട്ടുകാരെ കാണിക്കാം. നമുക്ക് ശബ്ദമായിട്ട് സ്വസ്ഥമായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ ആയിരിക്കാം. ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടുകൂടി ഈ നിമിഷം ഈ ആരാധനയിൽ നമുക്ക് പങ്കെടുക്കാം. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന, ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥാംഗിക്കാരാധന. തിരുസന്നിധിയിൽ വന്നിടുവ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ, ഓശാന ഹല്ലേലൂയ. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന, സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. എന്റെ വിടുതലവൻ, എന്റെ സൗഖ്യമവൻ, എന്റെ മോചനദ്രവ്യം അവനാരാധന. ഓശാന ഹല്ലേലൂയ, 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 ഓശാന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈശോയെ, ഈ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ തമ്പുരാനെ നീ ഭൂമിയിൽ പ്രത്യാശയുടെ മുഖമായി വന്നതിന്റെ ജൂബിലി ഞങ്ങൾ ആഘോഷിക്കുന്നു. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരും ഈ പ്രത്യാശയുടെ മുഖമായി മാറണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്. ഈശോയെ, എനിക്ക് ഈ പ്രത്യാശയുടെ മുഖമായി മാറുവാൻ തമ്പുരാനെ എന്റെ ചുറ്റുമുള്ളവർക്കിടയിൽ പ്രത്യാശ നൽകുന്ന സാന്നിധ്യമായി മാറുവാൻ എന്നെ സഹായിക്കണേ. അപ്പാ, ദാവീദ് രാജാവ് അനുഭവിച്ചതുപോലെ
രക്ഷയുടെ അനുഭവം കണ്ടെത്തുവാൻ നീ മാത്രമാണ് എന്റെ ഇടയിലുള്ള ബോധ്യം ഞാൻ ബോധ്യത്തിൽ നിൽക്കുവാൻ എന്റെ സങ്കടങ്ങളിൽ, എന്റെ ദുഃഖങ്ങളിൽ, എന്റെ വേദനകളിൽ, എന്റെ തകർച്ചകളിൽ മറ്റുള്ളവരെ ഒറ്റപ്പെടുത്തുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, പരിഹസിക്കുമ്പോൾ, കൊല്ലാൻ നോക്കുന്ന അനുഭവത്തിലേക്ക് വരുമ്പോൾ ഈശോയെ ദാവീദിനെ പോലെ എനിക്കും തമ്പുരാനെ പ്രാർത്ഥിക്കണം. കർത്താവാണ് എന്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. അക്ഷയമായ പുൽത്തകളിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. സന്തോഷം, സംതൃപ്തി, സമാധാനം തമ്പുരാനെ ആ ഒരു തലത്തിലേക്ക് ആത്മാവിനെ ഉയർത്തലേ പ്രാർത്ഥിക്കാം. പ്രിയമകളെ, തമ്പുരാന്റെ സന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഈ നിമിഷങ്ങളായിരിക്കും വിശാന്തമായിട്ട്, സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിപ്പിടങ്ങളിലിരിക്കാൻ നോക്കാം. പ്രിയമകളെ, ഒരാളെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ, ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരായ ചില കാരണങ്ങൾ വേണം. ചുമ്മാ നമ്മൾ ആരെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ഞാൻ എന്തിനാണ് ഈശോയെ സ്നേഹിക്കുന്നത്? ചോദിച്ചേ, നിങ്ങളോട് തന്നെ ചോദിച്ചേ, എന്തിനാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്? അതിനു മുമ്പ് ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യമാണ്, എന്തിനാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്? എന്തിനാണ് ഞാൻ ഈശോയെ സ്നേഹിക്കുന്നത്? പ്രിയമകളെ, അതിനുള്ള ഉത്തരമാണ് ഈ വിശുദ്ധ കുർബാന. അതിനുള്ള ഉത്തരമാണ് കാൽവരിയിലെ യാഗം. ചങ്ക് പിളർന്ന് പകർത്തു നൽകിയവനാണ് എന്റെ കർത്താവ്. ചങ്ക് പിളർന്ന് പകർത്തു നൽകിയവനാണ് എന്റെ കർത്താവ്. പ്രിയമക്കളെ, ചങ്ക് പിളർന്ന് പകർത്ത് നൽകിയവനെ തിരിച്ചെങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? നമ്മുടെ ചങ്ക് അവന് പറിച്ചു കൊടുത്തോണ്ടല്ലേ? അതല്ലേ നമ്മൾ കുർബാനയെ പ്രാർത്ഥിക്കുന്നത്. കുർബാനയെ നമ്മൾ ഇതേ കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട്. ചങ്ക് പകർത്ത് നമുക്ക് വേണ്ടി നൽകിയതിന്റെ മുന്നിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. അതായത് എന്റെ ചങ്കും എന്റെ ഹൃദയ വികാര വിചാരങ്ങൾ തമ്പുരാനെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റി നിന്നിലേക്ക് ഞാൻ ചേർത്ത് വെക്കുന്നു. അതിന്റെ കുർബാന നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈശോയെ സ്നേഹിക്കുവാൻ ഉള്ള ഏക കാരണം അതല്ലേ, ചങ്ക് പിളർന്ന് തന്നവനാണ് എനിക്ക്. ഞാൻ അവനെ തിരിച്ച് സ്നേഹിക്കേണ്ടത് ചങ്ക് പിളർന്ന് കൊടുത്തുകൊണ്ടല്ലേ. അപ്പ ഈ നിമിഷത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒത്തിരി സങ്കടങ്ങളുണ്ട്, വേദനകളുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നില്ല അനുഭവങ്ങളും ഉണ്ട്. ഇതിനൊക്കെ നടുവിൽ പലപ്പോഴും എനിക്ക് ഇതിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്നേഹിക്കുന്നത് അഭിനയിക്കുന്നുണ്ട്, പക്ഷെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. കുർബാനയിൽ അവന്റെ കുമ്പസാരത്തിൽ അവർക്ക് പറ്റുന്നില്ല. എനിക്ക് യാഥാർത്ഥ്യമാണ്. പക്ഷെ നിന്നെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ. നിന്നെ സ്നേഹിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ ഈശോ എന്റെ ഉള്ളിൽ പ്രത്യാശ ജനിക്കത്തുള്ളൂ, രക്ഷയുടെ അനുഭവം ഉണ്ടാകത്തുള്ളൂ. നിന്നെ സ്നേഹിക്കാത്തിടത്തോളം കാലം അപ്പാ എന്റെ ഉള്ളിൽ ഈ രക്ഷയുടെ അനുഭവം, ഈ പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകത്തില്ല. ഈശോയെ, നിന്നെ സ്നേഹിക്കുന്നതിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും എന്റെ ഉള്ളിൽ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ ഇതാ പ്രാർത്ഥിക്കുന്നു. എന്നെ നിന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ചങ്ക് പിളർന്ന് എന്നെ സ്നേഹിച്ച തമ്പുരാനെ, എന്റെ ചങ്കോട് എന്റെ ഹൃദയത്തെ, എന്റെ ചങ്കിനെ ഞാൻ ചേർത്ത് മുട്ടുന്നു. ചങ്ക് പിളർന്ന് പങ്കാളിയാക്കി ചങ്കിനോട് ചേർത്തു വെച്ചവനേ, മുൻപേ നടന്ന് അൻപാകി രക്ഷ
വാങ്ങിയോനേ, എന്റെ ജീവിപ്പ് ഈശോ, എന്റെ ഉള്ളിലെ പാട്ട് ഈശോ, എന്റെ പ്രാണനും പ്രേമവും ഈശോ, നീ മാത്രം, നീ മാത്രം. ഈശോയേ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ, അപ്പാനുഭവിക്കുവാൻ എന്നെ സഹായിക്കണേ. ദാവീദ് മരണവെപ്രാണ്ട് ഓടുമ്പോഴും അവന്റെ ഉള്ളിൽ നിന്ന് രക്ഷയുടെ പ്രത്യാശയുടെ അനുഭവം ഉണ്ടാകാനുള്ള കാരണം അവൻ ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. വചനം പറയുന്നത് ദൈവത്തെ ഹൃദയത്തോട് ഇണങ്ങിയ ഒരു വ്യക്തിത്വമായ ദാവീദ് എന്നാണ്. പക്ഷെ എന്തുമാത്രം തെറ്റുകൾ പാപങ്ങൾ ചെയ്തു. പക്ഷെ എന്നിട്ട് എന്തുകൊണ്ടാണ് ദൈവത്തെ ഹൃദയത്തോട് ഇണങ്ങിയ മനുഷ്യരെന്ന് ദാവീദിനെ വരുന്നത്? ഒറ്റ കാരണമുള്ളൂ, ആ മനുഷ്യൻ ദൈവത്തെ സ്നേഹിച്ചു. തെറ്റുകുറ്റങ്ങൾ വന്നപ്പോഴും അത് തിരിച്ചു വന്ന് ദൈവത്തെ സ്നേഹിക്കുന്ന ദാവീദ്. ദൈവങ്ങളെ ഉള്ളിൽ പ്രത്യാശ നിറയുവാൻ, രക്ഷയുടെ അനുഭവം കിട്ടുവാനുള്ള ഏക മാർഗമാണ് സ്നേഹിക്കുക. ഈശ്വര സ്നേഹിക്കുക, ഈശ്വര സ്നേഹിക്കുക. നിന്റെ പുറത്തുകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അവനെ സ്നേഹിക്കുക. നിന്റെ കണ്ണുനീർ നിറഞ്ഞുകൊണ്ട് അവനെ സ്നേഹിക്കും. നിന്റെ രോഗത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് അവനെ സ്നേഹിക്കും. നിന്റെ സങ്കടങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, ഒറ്റപ്പെടലിന്, സാമ്പത്തിക തകർച്ചകൾക്ക്, ശരീരത്തെ കീറി മുറിക്കുന്ന വേദനകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് അവനെ സ്നേഹിച്ചുകൊണ്ട് നീ പറ, എല്ലാവരും കർത്താവേന്നു. അതല്ലേ കൊച്ചുത്രേസ്യ ചെയ്തത്, അതല്ലേ അൽഫോൻസാണ് ചെയ്തത്, അതല്ലേ പരിശുദ്ധ കന്യക മറിയം കുരിശിൽ നിന്നുകൊണ്ട്, കുരിശിൽ ചുവട്ടിൽ നിന്നുകൊണ്ട് ചെയ്തത്. അവനെ സ്നേഹിക്കും. ഈശോയെ, എന്റെ തന്നെ പൂർണ്ണമായിട്ട് എന്റെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈ പ്രത്യാശ ചോദി പ്രയാണം നടക്കുമ്പോൾ, ഈ പ്രത്യാശ കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ തമ്പുരാനെ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. എന്റെ ഉള്ളു മുഴുവൻ നിന്നെ കൊണ്ട് നിറയ്ക്കണേ, നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണേ, നിന്നെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. അങ്ങനെയെങ്കിൽ എന്റെ ഉള്ള് രക്ഷയുടെ അനുഭവം കൊണ്ട്, പ്രത്യാശ കൊണ്ട് നിറയുമെന്ന് എനിക്കറിയാം. യേശുവേ, എന്നെ തന്നെ എനിക്കുള്ളതെല്ലാം നിന്റെ കടകളിലേക്ക് സമർപ്പിക്കുന്നത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവന്റെ മുന്നിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കാം. പ്രിയമക്കളെ, തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, കർത്താവിന്റെ കൃപയ്ക്കായി യാചിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ അവരുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് നിമിഷങ്ങൾ മാനിക്കാം. രണ്ട് കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച്, രണ്ട് കൈകളും ഈശോയുടെ സന്നിധിയിലേക്ക് തുറന്നു പിടിച്ച്, കൈകൾ, ആ കൈക്കുമ്പിളുകൾ അവന്റെ മുന്നിലേക്ക് തുറന്നു പിടിക്കുമ്പോൾ ഒരുപക്ഷെ അങ്ങനെ തുറന്നു പിടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ കൈകൾക്ക് വേദനയുള്ളവരുണ്ട്, കൈകൾ വറയ്ക്കുന്നുണ്ട്. തുറന്നു പിടിക്കുക. എന്നിട്ട് അവനോട് പറ, അപ്പാ, ഇപ്പോൾ നിമിഷത്തിന്റെ മുന്നിൽ നിൽക്കുവാൻ ഒരു യോഗ്യതയും എനിക്കില്ല. എന്നെ യോഗ്യനാണെങ്കിലും ഒന്നേ ഉള്ളൂ, നിന്റെ സ്നേഹമാണ് എന്നോടുള്ളത്. അളവില്ലാത്ത നിന്റെ സ്നേഹം, എത്ര അളന്നാലും തീരാത്ത ആ സ്നേഹം, എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന നിന്റെ സ്നേഹം. അപ്പാ, തിരിച്ചെനിക്ക് പറയാനുള്ളതാണിത്. ശൂന്യമാണ് എന്റെ കൈകൾ, കരകളുണ്ട് ഈ കൈകളിൽ, സ്വാർത്ഥതയുണ്ട്, അഹങ്കാരമുണ്ട്, വെറുപ്പുണ്ട്, ബലമില്ല ഈ കൈകൾക്ക്, യോഗ്യതയില്ല ഈ കൈകൾക്ക്, ആഗ്രഹമുണ്ട് പക്ഷെ
പക്ഷേ ഈ ഒരു നിമിഷം തമ്പുരാനെ, ഈ കൈകൾ നിന്റെ കൈകളോട് ഞാൻ ചേർത്ത് വെക്കുകയാണ്. സങ്കീർത്തനം പറയുന്നത് പോലെ അവന്റെ 3 വഴിയിൽ 2 എനിക്ക് ഉറപ്പേകുന്നു. തമ്പുരാനെ, നിന്റെ കരങ്ങൾ മാത്രമാണ് എനിക്ക് ഉറപ്പേകുന്നത്. ദൈവങ്ങളെ, അവന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങളെ പൂർണ്ണമായിട്ട് കൊടുത്ത് ഈ നിമിഷം പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. തമ്പുരാനെ, ഈ നിമിഷം നിന്റെ സന്നിധിയിൽ ഈ കൈക്കുമ്പുകൾ വീട്ടിൽ മക്കളെ സമർപ്പിക്കുന്നു. തമ്പുരാനെ, നീ എനിക്ക് തന്നിരിക്കുന്ന ഈ പൗരോഹിത്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ ബലഹീനനാണ്, പാപിയാണ്, അയോഗ്യനാണ്, അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ നടുവെ വസിക്കുന്നവനുമാണ്. പക്ഷേ നീ നിന്റെ പൗരോഹിത്യം എന്ന ആ വലിയ ദാനം എനിക്ക് നൽകി എന്നെ നിന്നോട് ചേർത്ത് പിടിച്ചു. നന്ദി പറയുന്നു. ബലഹീനനായ നീ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. തമ്പുരാനെ, നിന്റെ സ്നേഹത്തിൽ, നിന്റെ പൗരോഹിത്യങ്ങളുടെ ദാനത്തിൽ എളിമയോടുകൂടി നിന്നുകൊണ്ട് ഈശോയെ, നീ എനിക്ക് നൽകിയിരിക്കുന്ന ഈ പൗരോഹിത്യം എന്ന ദാനത്തിൽ നിന്നുകൊണ്ട് ഈശോയെ, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ, രൂപതയുടെ മെത്രാനോട് ചേർന്ന് നിന്നുകൊണ്ട് വൈദികരുടെ കൂട്ടായ്മയിൽ ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവിധ അനുഗ്രഹങ്ങളാൽ ഒടിച്ചുകൂടി നിൽക്കുന്ന സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ, സ്വർഗത്തിലെ മാലാഖമാരോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നിമിഷം ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ നിമിഷം ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന എല്ലാ ജപമാലകളോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവെ, എല്ലാവിധ അനുഗ്രഹങ്ങളാൽ ഒടിച്ചുകൂടി നിൽക്കുന്ന സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാരോട് മാലാഖമാരോട് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ, നീ എനിക്ക് നൽകിയിരിക്കുന്ന ഈ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ മക്കളെ അസ്വസ്ഥപ്പെടുത്തുന്ന, അലട്ടുന്ന തിന്മയുടെ എല്ലാ അരൂപികളെയും ഇവരിൽ നിന്ന് എടുത്തു മാറ്റി ഇവിടെ ഉള്ളിൽ സന്തോഷം, സംതൃപ്തി, സമാധാനം, സൗമ്യത നൽകണമേ. ഈശോയെ, ഇവരെ അസ്വസ്ഥപ്പെടുത്തുന്ന തിന്മയുടെ എല്ലാ കെട്ടുകളെ, നാരകീയ സർപ്പത്തിന്റെ എല്ലാ ബന്ധനങ്ങളെ അടിച്ചു മാറ്റി ഈ മക്കൾക്ക് വിടുതൽ നൽകണമേ, സൗമ്യം നൽകണമേ. ഈശോയെ, നിന്റെ നാമത്തിൽ സഭയോട് ചേർന്നുകൊണ്ട് ഈശോയെ, നിന്റെ നാമത്തിൽ പരിശുദ്ധ അവരുടെ നീലമേലെ സംരക്ഷിച്ചുകൊണ്ട് ഈശോ, നിന്റെ നാമത്തിൽ ഈ മക്കളെ അലട്ടുന്ന തിന്മയുടെ നാരകീയ സർപ്പത്തെ ഈശോ നിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടി വായിക്കണമേ. ഇവിടെ നിന്ന്, ഇവിടെ കുടുംബത്തിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന്, ഈ ഇടകളിൽ നിന്ന് തമ്പുരാനെ, തിന്മയുടെ പാപത്തിന്റെ എല്ലാ കെട്ടുകളെ അടിച്ചു മാറ്റി നിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. തമ്പുരാനെ, ബന്ധനങ്ങൾ, കെട്ടുകൾ, അസ്വസ്ഥകൾ അഴിയട്ടെ. രോഗം മാറി സൗഖ്യം ലഭിക്കട്ടെ. നിരാശ മാറി പ്രത്യാശ ലഭിക്കട്ടെ. കുടുംബങ്ങളിൽ സന്തോഷം, ഐക്യം, സമാധാനം ഉണ്ടാകട്ടെ. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. തമ്പുരാനെ, നീ നിന്റെ ആടുകളുടെ ശിരസിൽ തൈലം പൂശി അവരെ ചേർത്ത് പിടിക്കുന്ന പോലെ, മുറിവ് വെച്ച് കെട്ടുന്ന പോലെ ഈ കുഞ്ഞുങ്ങളുടെ തമ്പുരാനെ, നീ ഈ നിമിഷം ഇവരുടെ ഓരോരുത്തരെ കൈകളെ സ്പർശിച്ചിട്ടുണ്ടെന്ന്, പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തമ്പുരാനെ, ഇവരുടെ കണ്ണുകളിലെ കണ്ണുനീര് കൊണ്ട് നീ തുടയ്ക്കണമേ. കണ്ണുനീര് തുടച്ച് ഇവിടെ ഹൃദയത്തെ ആകുലപ്പെടുന്ന ഭാരങ്ങൾ എടുത്ത് മാറ്റി പ്രത്യാശയുടെ അനുഭവം നൽകണേ പ്രാർത്ഥിക്കുന്നു. യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ഈ നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചിട്ടുള്ള ആരുടെ മുഖമാണുള്ളൂ, ആരുടെ മുഖമാണ് മുന്നേക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുക. ആ വ്യക്തി മനസ്സിലോർത്തോടെ പ്രാർത്ഥിക്കുക. നാട്ടിലുണ്ടാകാം, വിദേശത്തായിരിക്കാം, ഒരുപക്ഷെ മരിച്ചു പോയിട്ട് കാണുമായിരിക്കാം. ആരുടെ മുഖമാണോ ഈ നിമിഷം വരുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി ജീവിത പങ്കാളിയാകാം, മക്കളാകാം, അയൽപക്കക്കാരാകാം, സഹോദരങ്ങളാകാം, മാതാപിതാക്കളാകാം, ഒരുപക്ഷെ ഈ നമ്മുടെ ഇടവകയോട് ചേർന്നിരിക്കുന്ന ആരെങ്കിലും ആകാം, ഏത് മതസ്ഥപ്പെട്ടവരാകാം. ആരുടെ മുഖമാണോ കർത്താവ് കാണിച്ചിരുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളിലൂടെ ആ വ്യക്തിയെ, ആ സ്ഥലത്തെ, ആ ഇടത്തെ, ആ സമയത്തെ, ആ സാഹചര്യങ്ങളെ വിശുദ്ധീകരിക്കാൻ പോവാണ്. കർത്താവായ യേശുവേ, നിന്റെ സന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന സ്വീകരിക്കണമേ. ഞങ്ങൾ ഈ നിമിഷം ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ആരെയാണ് മനസ്സിൽ കാണുന്നത് കർത്താവേ, അവരിലേക്ക് നിന്റെ കാരുണ്യം ഒഴുകി ചെന്ന് ആ മക്കൾക്ക് തമ്പുരാനെ വിടുതൽ നൽകണമേ, സൗഖ്യം നൽകണമേ, വിടുതൽ നൽകണമേ.